നിങ്ങളുടെ യൂട്യൂബിൽ ഒരു ബട്ടണുണ്ട്, അത് അമർത്തി കഴിയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനെ ഷെയർ ചെയ്ത് ഇതെല്ലാവരിലും എത്തിക്കുക എന്നുള്ള ധർമ്മമുണ്ട്. അപ്പോഴാണ് നമ്മൾ പഠിച്ചത് മറ്റൊരാൾക്ക് കൈമാറുക എന്നുള്ളത് ഋഷി ഋണം എന്ന പേരിലൊരു കടമീട്ടലാണ്. ആ മട്ടിൽ നമ്മളിത് ചെയ്തേ മതിയാകൂ എന്നാണ്. അതുകൊണ്ട് വീട്ടുകാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എവിടെയൊക്കെ നിൽക്കുന്നവർക്കും നമ്മളിത് ഷെയർ ചെയ്ത് അവരിലെത്തിക്കുമ്പോൾ നമ്മളിതിനെ പ്രചാരകരായിട്ട് മാറും. നമ്മുടെ ലക്ഷ്യവും അത് തന്നെയാണ്. നമസ്കാരം. വന്ദേ ഗുരുപരമ്പരാം. നമുക്ക് ജ്ഞാനേശ്വരനെ കുറിച്ച് കുറച്ച് കേൾക്കാം. കഥയായിട്ട് നമുക്ക് പോകാം. ഏകദേശം 12-13 നൂറ്റാണ്ടിലാണ്, 12-13 നൂറ്റാണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. മഹാരാഷ്ട്രയിലാണ് സംഭവം. മഹാരാഷ്ട്രം എന്ന് പറഞ്ഞാൽ മഹത്തായ രാഷ്ട്രം എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മൾ ഒരിക്കലും വലുത് എന്ന് വിളിക്കുന്നത് വലിപ്പം കണ്ടിട്ടല്ല, പിന്നെയോ അതിൻ്റെ ഉള്ളിലെ മഹത്വം കണ്ടിട്ടാണ്. ഭാരതം എപ്പോഴും എന്തിനെയെങ്കിലും മഹാത്മാവ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഹത്ത് എന്ന് പറയുന്നത് അതിൻ്റെ നന്മ കണ്ടിട്ടാണ്, ധർമ്മം കണ്ടിട്ടാണ്. അതിൻ്റെ വലിപ്പമൊന്നും കണ്ടാൽ നമ്മളങ്ങനെ പറയാറില്ല. നമ്മുടെ ആര്യവേപ്പ് എന്നൊരു ചെടിയില്ലേ, ഒരു വൃക്ഷം, ആര്യവേപ്പ് ഇല കയ്പ്പാണ് അല്ലേ, എന്നാൽ മധുരമുള്ളതിന് വലിയ ആര്യവേപ്പ് എന്ന ശ്രേഷ്ഠമായ വേപ്പെന്ന അർത്ഥം. ആര്യൻ, ശ്രേഷ്ഠൻ. എന്തിനാപ്പോൾ അതിന് ആ പേരിട്ടത്? അത് വേര് മുതൽ ഇല മുതൽ പൂ മുതൽ കായ വരെ മുഴുവനും ഔഷധവീര്യം നിറഞ്ഞതാണ്. അതിൻ്റെ അത്ര ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ ആര്യവേപ്പ് എന്ന് വിട്ടത്. നമ്മൾ എന്തിനേയും മഹാത്മാവ്, മഹത്ത് എന്ന് വിളിക്കുന്നത് അതിൻ്റെ മേന്മ കണ്ടിട്ടാണ്, അതിൻ്റെ വലിപ്പം കണ്ടിട്ടൊന്നുമല്ല. മഹാരാഷ്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ജ്യോതിർലിംഗങ്ങളിൽ 4-5 ജ്യോതിർലിംഗങ്ങൾ ഇത് ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രമായിട്ട് മാറി. മാത്രമല്ല ധാരാളം പുണ്യാത്മാക്കൾക്ക് ജന്മം കൊടുത്ത പുണ്യഭൂമിയാണ്. അതുകൊണ്ടാണ് അതിനെ മഹത്തായ രാഷ്ട്രം എന്ന അർത്ഥം വരുന്ന മഹാരാഷ്ട്രം എന്ന് വിളിച്ചത്. അവിടെ ഗോദാവരി തീരത്താണ് സന്ത് ജ്ഞാനേശ്വരൻ, അതായത് ജ്ഞാനേശ്വര പ്രഭു, ജ്ഞാനേശ്വര മഹായോഗി ജന്മം കൊണ്ടത്. അപ്പം അതിനു മുമ്പ് നമുക്ക് നോക്കാം ഈ ജ്ഞാനേശ്വരൻ്റെ ജീവിതം ചുരുക്കി 2 വാക്യം പറഞ്ഞാൽ, അദ്ദേഹം 15-ാമത്തെ വയസ്സിലാണ് ജ്ഞാനേശ്വരി എന്നറിയപ്പെടുന്ന ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം, ഭാഷ്യം എഴുതിയത്. ഭഗവത്ഗീതയ്ക്ക് അർത്ഥം പറഞ്ഞത് എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ കൂടിയായ ജ്യേഷ്ഠൻ നിവൃത്തിനാഥ് പറഞ്ഞിട്ട് 15-ാമത്തെ വയസ്സിൽ ഇന്നും അത് ലോകം പഠിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയാം വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കൊച്ചു കൊച്ചു ഗ്രന്ഥങ്ങൾ, ആത്മാനുഭവം എന്നൊക്കെ പറഞ്ഞ് വേറെ ഉണ്ട്. പക്ഷെ ഇതാണ് ഏറ്റവും പ്രശസ്തമായത്. ആ ജ്ഞാനേശ്വരൻ എഴുതിയുകൊണ്ട് അദ്ദേഹത്തിന് ജ്ഞാനേശ്വരി എന്ന് ഈ ഗീതയ്ക്ക് പേരുമുണ്ട്. 22-ാമത്തെ വയസ്സിൽ അദ്ദേഹം ശരീരം വിട്ടു. മരിച്ചു എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത്, ശരീരം വിട്ടു. എങ്ങനെ? ഉടുപ്പ് ഊരി കളഞ്ഞ പോലെ അദ്ദേഹം ശരീരം ഊരിട്ടിട്ട് പോയി. ഇങ്ങനെയാണ് അദ്ദേഹം ജീവൽ സമാധി എന്ന് പറയും. ആളിന്തിയിൽ അദ്ദേഹം ഒരു കല്ലറ കെട്ടി അതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് ബാക്കിയുള്ളവർ കെട്ടി അടച്ചേരെ ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ച് എൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണ്. അതൊക്കെ ഉന്നതരായ യോഗികൾ ശരീരത്തിൽ തൻ്റെ ജോലി കഴിഞ്ഞാൽ ശരീരം അവിടെ ഉപേക്ഷിച്ചിട്ട് പോണ പോലെയാണ്. ഉന്നതരായ യോഗികൾ തങ്ങളുടെ ജീവിത ദൗത്യം അവരെന്തിനു വന്നോ അത് ചെയ്ത് തീർത്ത് കഴിയുമ്പോൾ ഉപയോഗിച്ച ശരീരം ഇനി ആവശ്യമില്ല എന്നറിഞ്ഞ് ഇട്ടിട്ട് പോവും. അങ്ങനെ പോയൊരു മഹാപുരുഷനാണ്. മറ്റൊന്നുണ്ട്, ഈ മഹാരാഷ്ട്രയിൽ ധാരാളം മഹാത്മാക്കൾ ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലൊന്നാണ് നാമദേവൻ, ഒരു തുന്നൽ പണിക്കാരനായിരുന്നു. വേറെയുള്ള ഗോര, അദ്ദേഹം കുടം ഉണ്ടാക്കണ കുശവ സമുദായത്തിൽപ്പെട്ട ആളാണ്. പിന്നെ മെഹർ, അതിൻ്റെ അകത്ത് ജനിച്ചിട്ടുണ്ട് കുറേ. അതായത് നമ്മളിന്ന് വാക്ക് ശരി അല്ലെങ്കിൽ താഴ്ന്ന ജാതി എന്ന് പറയുമല്ലോ, അല്ലെങ്കിൽ ചണ്ടാലന്മാരെന്നൊക്കെ പറയുമല്ലോ, ആ വിഭാഗത്തിൽ നിന്ന് പോലും മഹാത്മാക്കൾ ജനിച്ചിട്ടുണ്ട്. നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, ജാതി മതമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഇന്ന് കേട്ട പോലെയുള്ള ജാതി ഭീകരതയൊന്നും ഉണ്ടായിരുന്നില്ല. പകുതി വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. തീർച്ചയായിട്ടും ജാതിയുടെ ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മാറ്റുവാൻ വേണ്ടി പടപൊരുതും നമ്മുടെ മഹാത്മാക്കൾ തന്നെയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ചോളം, ഈ വിവിധ
താഴ്ന്നത്, മുതിർന്നത് എന്നറിയപ്പെടുന്ന സകല ജാതികളിലും മഹാന്മാരുണ്ടായിട്ടുണ്ട്. ആ മഹാന്മാരെ മുഴുവനും ഭാരതം ആദരിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. ഈശ്വരനെ പോലെ, അതല്ല ശരി, ഈശ്വരനായിട്ട് അതിനെ പൂജിച്ചിട്ടുമുണ്ട്. അത് പറയാൻ എത്രയും വന്നത്. ഇടക്കാലത്ത് നമുക്കുണ്ടായ വീഴ്ച, അത് ചെറിയ കൊണ്ട് കുറേ ജാതിഭേദങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ വിദേശികളൊക്കെ ഇവിടെ നമ്മൾ പഠിപ്പിച്ച പോലെ അത്ര ഇതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അവരായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അപ്പോൾ ഈ ജ്ഞാനേശ്വരൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് കിടക്കാം. ജ്ഞാനേശ്വരൻ്റെ അച്ഛനാണ് വിഠൽ പന്ത്. ഗോദാവരി നദീതീരത്ത് അബ്ഗോൺ ഗ്രാമത്തിനടുത്ത് ആണ് ഈ വിഠൽ പന്ത് ജീവിക്കുന്നത്. ഒരു യുവാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി അന്ന് സർക്കാർ മേഖലയിൽ കൃഷിക്കാരെ കണക്കെടുക്കലും എഴുതലുമാണ്. റവന്യൂ ഉദ്യോഗസ്ഥൻ എന്ന് പറയാം, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ അക്കൗണ്ടൻ്റ് എന്ന് പറയാം. നല്ല സത്യസന്ധൻ, പരമഭക്തൻ. അതോടുകൂടി അദ്ദേഹത്തിന് അറിയാം ഈ ജീവിതം എങ്ങനെ ആഹാരം കഴിച്ചും കളിച്ചും രസിച്ചും മതിച്ചും കളയാനുള്ളതല്ല, ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എന്നറിയാം. നമ്മൾ എന്തിനാ ജീവിക്കണത്? വെറുതെ ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ കുറേ പണം ഉണ്ടാക്കാനും ഉറങ്ങാനും വേണ്ടിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ മൃഗങ്ങളും അതൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൃഗങ്ങളും നമ്മുടെ വ്യത്യാസമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് വേറെ എന്തോ ലക്ഷ്യമുണ്ട്. അത് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ മഹാത്മാക്കളുടെ കഥ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് നന്നേ ചെറുപ്പത്തിൽ വിഠൽ പന്തിന് മനസ്സിലായി, എൻ്റെ ജീവിതത്തിന് ഉന്നതമായ ഒരു ലക്ഷ്യമുണ്ട്. അതുകൂടി അദ്ദേഹത്തിന് ഭക്തി തീവ്രമായി, തത്വശാസ്ത്രങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് വിവാഹത്തോട് താല്പര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് തീർത്ഥാടനം പോകും. അപ്പോൾ ഒരിക്കൽ അച്ഛനും അമ്മയും പറഞ്ഞു, മക്കളെ നിന്നെ വിവാഹം കഴിപ്പിച്ച് നിനക്ക് മക്കളുണ്ടായി കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, നീ അതിന് സമ്മതിക്കണം. ഇദ്ദേഹത്തിന് വലിയ സങ്കടമായി. അപ്പോൾ അച്ഛനും അമ്മയോടും പറഞ്ഞു, അങ്ങനെ പറയല്ലേ, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് താല്പര്യം. പക്ഷെ അച്ഛനും അമ്മയുടെ ആഗ്രഹം വളരെ കഠിനമായിരുന്നു, തീവ്രമായിരുന്നു. നല്ല മക്കൾക്ക് അച്ഛനും അമ്മയെ സങ്കടപ്പെടുത്താൻ വിഷമമാണ്. അതുകൊണ്ട് അദ്ദേഹം എതിരൊന്നും പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. പിന്നെ അദ്ദേഹം ഈശ്വരൻ എന്നെ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ച്? എൻ്റെ അച്ഛനും അമ്മയ്ക്കും ശരിയായൊരു അറിവുണ്ടാക്കി കൊടുക്കണേ, എന്നെ വിവാഹത്തിനൊന്നും പ്രേരിപ്പിക്കല്ലേ, എനിക്ക് അവിടുത്തെ സേവിച്ച് ജീവിക്കാനാണ് ആഗ്രഹം. ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ബുദ്ധിമാൻ ചെയ്യണത്. നമുക്ക് നോവിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോട് നമ്മൾ എതിർത്ത് പറയരുത്. ഇപ്പം മാതാപിതാക്കൾ അങ്ങനെയുള്ളവരോടൊക്കെയാണ് ഉദ്ദേശിച്ച ഗുരുക്കന്മാർ. നമുക്ക് അനിഷ്ടമായിട്ട് അവരെന്തെങ്കിലും പറഞ്ഞാൽ ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാൻ അതിന് പരിഹാരം ഉണ്ടാക്കും. ആർക്കും നൊമ്പരമില്ലാത്ത വിധത്തിൽ ഉള്ള സൂത്രമൊക്കെ ഭഗവാന്റെ കയ്യിലുണ്ട്. കാരണം ഭഗവാനിൽ അറിയുള്ള നാളെ നമുക്ക് എന്താ നല്ലതെന്നും. അങ്ങനെ അദ്ദേഹം തീർത്ഥാടനത്തിന് പോയി. ഈ തീർത്ഥാടനത്തിൻ്റെ ഇടയിൽ അദ്ദേഹം ഒരു വീട്ടിൽ താമസിക്കുകയുണ്ടായി. സിദ്ധോപാന്ത്. അന്ന് ഇന്നത്തെ പോലെ ഒന്നും ഈ റെസ്റ്റോറൻറ്റുകളോ അല്ലെങ്കിൽ റിസോർട്ടുകളോ ഒന്നുമില്ല താമസിക്കാൻ, ഹോട്ടലൊന്നും ഇല്ലല്ലോ. മഹാഭക്തന്മാരിങ്ങനെ യാത്ര പോകുമ്പം ഏതെങ്കിലും മഹാഭക്തന്മാർ അവർ വീട്ടിൽ താമസിപ്പിക്കും, കുറച്ച് പേര് അവിടെ തങ്ങും, തീർത്ഥാടനം കഴിയും, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, പിന്നെ പോകും. അന്ന് ഭക്ഷണത്തിന് പണമൊന്നും വേണ്ട. കാരണം ഭക്ഷണവും വെള്ളവും മരുന്നും ഭാരതം ഒരിക്കലും വിറ്റിട്ടില്ല. അത് സൗജന്യമായിട്ട് കൊടുക്കണം. ആർക്ക്? ആവശ്യമുള്ളവർക്ക്. ആഹാരം ആർക്ക് ആവശ്യം? വിശപ്പുള്ളവന്. മരുന്ന് ആർക്ക് ആവശ്യം? രോഗിക്ക്. കിടപ്പാളാർക്ക് ആവശ്യം? അന്തി ഉറങ്ങാൻ സ്ഥലമില്ലാത്തവർക്ക്. അത് ഭാരതം അതാത് സമയത്ത് ഇങ്ങനെ കൊടുക്കും. ഭാരതത്തിൻ്റെ സംസ്കാരം അതായിരുന്നു. ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര മഹത്തായ സംസ്കാരമായിരുന്നു. ഇന്ന് കയ്യിലെ പൈസ ഇല്ലെങ്കിൽ പട്ടിണി കിടക്കില്ലേ എൻ്റെ മക്കളെ. ഏതായാലും ഇദ്ദേഹം ഇങ്ങനെ തീർത്ഥാടനം നടത്തി സിദ്ധോപാന്ത് എന്നൊരു മഹാത്മാവിൻ്റെ വീട്ടിൽ താമസിച്ചു. അവിടെ വച്ച് രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കാണുക. എന്താ സ്വപ്നം കാണുന്നേ? ഈ സിദ്ധോപാന്തിൻ്റെ ഒരു മകളുണ്ട്, സുന്ദരിയായ കുട്ടിയാണ്, നന്നത്തെ വിധത്തിൽ ഗാർഹിക വീട്ടിലിരുന്ന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ പേരാണ് രുക്മിണി ബായ്. ആ കുട്ടിയെ നീ വിവാഹം കഴിക്കണം, അത് എൻ്റെ സങ്കല്പമാണ് എന്ന് ഭഗവാന്റെ ഒരു ദർശനം, ഒരു സ്വപ്ന ദർശനം അദ്ദേഹത്തിനുണ്ടായി. ഇദ്ദേഹം പരിഭ്രമിച്ചു. കല്യാണം കഴിക്കണ്ടെന്ന് വെച്ചപ്പോൾ ഇങ്ങനെയായല്ലോ. നേരം വെളുത്ത് എഴുന്നേറ്റപ്പം ഈ സിദ്ധോപാന്ത് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പം എൻ്റെ പുത്രിയെ അങ്ങേ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന്. ഇത് കേട്ടപ്പോൾ രണ്ടുപേരും സ്വപ്നം ഇതായില്ലേ. ആ വീട്ടമ്മ അങ്ങനെ തന്നെ കണ്ടത്രേ. അപ്പോൾ ഇദ്ദേഹത്തിന് ആദ്യം പരിഭ്രമായി. തൻ്റെ തീരുമാനം ആകെ തകിടം പറയുകയാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് വ്യക്തമായൊരു അശരീരി ഉണ്ടായി. നീ ഇത് ചെയ്യൂ, ഇത് നിൻ്റെ ജീവിതത്തിൻ്റെ കർത്തവ്യമാണ്, ഇത് എൻ്റെ സങ്കല്പമാണ്. അങ്ങനെ ഈശ്വരേച്ഛ അതാണെന്നറിഞ്ഞ് രുക്മിണി ബായിയെ വിവാഹം കഴിച്ച് സിദ്ധോപാന്ത് തീർത്ഥാടനത്തിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങുക. സ്വന്തം വീട്ടിലെത്തിയപ്പോൾ എന്താ സ്ഥിതി?
മകൻ അങ്ങോട്ട് ഒറ്റയ്ക്കാ പോയതല്ലേ, ഇങ്ങോട്ട് വന്നത് എങ്ങനെയാ? വിവാഹം കഴിച്ചപ്പോൾ വിവാഹം വേണ്ടാന്ന് പറഞ്ഞ മകൻ ഇപ്പോൾ വരുന്നത് പെൺകുട്ടിയായിട്ടാണ് വരുന്നത്. അച്ഛനും എന്തു വിചാരിക്കും? എടാ അമ്പടാ, ഇന്നും നിനക്ക് നേരത്തെ പറയാൻ മേലായിരുന്നു വിചാരിക്കില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്തേ, പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ചോണ്ടാ പോയെ. അമ്മ എല്ലാവരുമായിട്ട് ചെന്നു, ഇങ്ങനെ ഉണ്ടായ സംഭവമൊക്കെ പറഞ്ഞു. അപ്പോൾ വിട്ടൽപ്പന്തിൻ്റെ അച്ഛനമ്മയ്ക്ക് സന്തോഷമായി. അനന്താ മക്കളെ, ഈശ്വര നിശ്ചയമാണല്ലോ നടന്നത്, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അങ്ങനെ വിട്ടൽപ്പന്തും നമ്മളുടെ രുക്മിണി ദേവിയും സന്തോഷമായിട്ട് ജീവിക്കുന്നു. കുറേ കാലം കഴിഞ്ഞു, വിട്ടൽപന്തിൻ്റെ അച്ഛനും അമ്മയും മരിച്ചു. സിദ്ധോപാധ്യന് മനസ്സിലായി തൻ്റെ മകളും മകളുടെ ഭർത്താവും ഇപ്പോൾ ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് അവർ രണ്ട് കുട്ടികളാണ്, അവർ രണ്ടുപേരെയും ഒത്തിരി ഇതൊന്നും ആയിട്ടില്ല. അവർ രണ്ടുപേരെയും അദ്ദേഹം തൻ്റെ ഗ്രഹത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. വിട്ടൽപന്തിനെയും ഭാര്യയും രുക്മിണിബായി അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഭാര്യാഗ്രഹത്തിൽ അദ്ദേഹത്തെ ജീവിതം ആരംഭിച്ചു. പക്ഷെ ഒരിക്കൽ പോലും ഒരു കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം നയിക്കാനുള്ള മനോനില വിട്ടൽപന്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് സദാ ഈശ്വരനിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ലൗകിക വിഷയങ്ങളും സുഖങ്ങളും എല്ലാം അല്പമാണ്, അത് തൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലും തന്നെ അധപ്പതിപ്പിക്കും എന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ ഇത് ഭഗവത് കൽപ്പനയായിരുന്നു തൻ്റെ വിവാഹം എന്ന് അദ്ദേഹത്തിന് എന്തോ ചിന്തിക്കാൻ സാധിച്ചില്ല. ഏതായാലും ഓരോ ദിവസം കഴിയും തോറും ഇദ്ദേഹത്തിന് വിരക്തി കൂടിക്കൊണ്ടിരുന്നു. യുവാവാണ് അദ്ദേഹം. യുവതിയായ ഭാര്യയ്ക്കാകട്ടെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളോട് ഇഷ്ടം അങ്ങോട്ട് ചേരുക എന്നുള്ളതല്ലാണ്ട് അവരും എതിർത്തൊന്നും പറഞ്ഞില്ല. ഏതായാലും ഒരു രാത്രി വിട്ടൽപന്ത് ആരോടും പറയാതെ വീട് വിട്ടുപോയി. നേരം വെളുത്തപ്പോഴാണ് അറിഞ്ഞത് മരുമകനെ കാണാനില്ല. അവിടെ എല്ലാം അന്വേഷിച്ചു. ഭാര്യയ്ക്ക് ദുഃഖമായി. എവിടെ നിന്ന് കണ്ടെത്താനാണ്? അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ആശ്രമങ്ങളിലും തീർത്ഥസ്ഥലങ്ങളിലൊക്കെ തിരക്കി. ഒരെത്തും പിടുത്തവും കിട്ടിയില്ല. ഇദ്ദേഹം നേരെ പോയത് കാശിയിലേക്കാണ്. അവിടെ ശ്രീരാമാനന്ദ സ്വാമികൾ എന്നൊരു മഹാപുരുഷനെ കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അങ്ങനെ കുറേ കാലം ആ മഹാഗുരുവിനെ സേവിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ തന്നാലാകുന്ന ജോലിയൊക്കെ ചെയ്ത് കഴിയവേ ആ ഗുരുനാഥന് ശിഷ്യൻ്റെ അടുക്കും ചിട്ടയും വൃത്തിയും നിഷ്ഠയും മാത്രമല്ല ജ്ഞാനതൃഷ്ണയും കണ്ട് കൃപയുണ്ടായി. ചോദിച്ചു, കുഞ്ഞെ, നീ എന്തിനാണ് ഇവിടെ തങ്ങുന്നത്? നീ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? അദ്ദേഹം തൊഴുകയോടെ നിറമൊഴികളോടെ വിട്ടൽപന്ത് പറഞ്ഞു, ജീവിത ലക്ഷ്യം എന്തെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങോട്ടുള്ള വഴി തെളിയുന്നില്ല. ഞാൻ ചെയ്യുന്നതൊന്നും ഫലപ്രാപ്തിയാകുന്നുണ്ടോ എന്നെനിക്ക് സംശയം. ഈശ്വരനിലേക്കുള്ള സത്യസാക്ഷാത്കാരത്തിലേക്കുള്ള വഴി അവിടുന്ന് എനിക്ക് തെളിയിച്ചു തരണം. അതുകൂടി ശ്രീരാമാനന്ദ സ്വാമികൾക്ക് തൻ്റെ ശിഷ്യൻ ഉത്തമനാണ്, യോഗ്യനാണ് എന്ന് ഒന്നും കൂടെ ഉറപ്പായി. ചോദിച്ചു, ഞാൻ നിനക്ക് സന്യാസം തരാം. നിനക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ ഇവരുള്ളവരൊക്കെ പറഞ്ഞു. പക്ഷേ ആ ശിഷ്യൻ തൻ്റെ ആഗ്രഹത്തിൻ്റെ തീവ്രത കൊണ്ട് ഒരു സത്യം പുറത്തു പറഞ്ഞില്ല. ഏതാണ് ആ സത്യം? താൻ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും താൻ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ആ കുടുംബജീവിതം നയിക്കാതെ ഭാര്യ ഇട്ടിട്ട് പോന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞില്ല. ഗുരു അങ്ങനെ പ്രത്യേകിച്ച് ചോദിച്ചുമില്ല. ഏതായാലും അദ്ദേഹത്തിന് സന്യാസ ദീക്ഷ നൽകി. അങ്ങനെ തീവ്രമായ നിഷ്ഠയായ സന്യാസവ്രതം ആചരിച്ചുകൊണ്ട് വിട്ടൽപന്ത് ഗുരുസേവയിൽ മുഴുകി കാശി വിശ്വനാഥനെ ഉപാസിച്ച് കാലങ്ങൾ പോക്കുകയാണ്. ശ്രീരാമാനന്ദ സ്വാമികൾക്ക് ഇടയ്ക്കിടയ്ക്ക് തീർത്ഥാടനം പോണൊരു സ്വഭാവമുണ്ട്. അദ്ദേഹം അങ്ങനെ തീർത്ഥാടനത്തിനിറങ്ങി. ഇതാണ് വിധി ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അതിനനുസരിച്ച് കാലം നമ്മളെവിടെ എത്തിക്കും. അതിൽ നല്ലത് എന്താണോ ഈശ്വരൻ നിശ്ചയിച്ച വഴി, അല്ലെങ്കിൽ സദ്ഗുരു നമ്മളെ നയിക്കുന്ന വഴി, അതിലൂടെ ചോദ്യം ചെയ്യാതെ പോകുന്നവനാണ് വിവേകമുള്ളവൻ. ഇല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആ വഴിയിലൂടെ പോകേണ്ടി വരും. കാരണം ത്രികാലജ്ഞാനികളായ ആചാര്യന്മാർ നമ്മളെ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് നമുക്കുള്ള വഴി പറഞ്ഞു തരുന്നത്.
ഇവിടെ അദ്ദേഹം മറച്ചു വച്ചുവല്ലോ. മാത്രമല്ല ഈശ്വരൻ്റെ ആദേശമായിരുന്നു വിവാഹം കഴിക്കണമെന്നുള്ളതും. ഇത് രണ്ടും അദ്ദേഹം തൻ്റെ ആഗ്രഹത്തിൻ്റെ തീവ്രതയാൽ തള്ളിക്കളഞ്ഞു. നല്ല പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും തള്ളിക്കളഞ്ഞു. അത് ശരിയല്ല. ഇത് കാലം തെളിയിക്കുകയാണ്. ശ്രീരാമദാസ് സ്വാമിയുള്ള തീർത്ഥാടനത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം യാത്ര ചെയ്തത് ഈ നമ്മുടെ വിഠൽ പന്തിൻ്റെ ഭാര്യാഗ്രഹം ഉള്ള ആ ഗ്രാമത്തിൽ സമീപത്തോടെയായിരുന്നു. ഒരിക്കലും അവിടെ ഒരു ഗ്രാമക്ഷേത്രത്തിൽ അദ്ദേഹം ആൽച്ചുവട്ടിൽ ഇരുന്ന് വിശ്രമിക്കവേ ക്ഷേത്ര ദർശനത്തിന് പോയ രുക്മിണിബായി ഇദ്ദേഹത്തെ കണ്ടു. വലിയ ആനന്ദത്തോടെ ആ ഗുരുനാഥനെ നമസ്കരിച്ചു, പ്രദക്ഷിണം ചെയ്തു. ഗുരുവിന് ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. മാത്രമല്ല, ഭർത്തൃമതിയായ സ്ത്രീകൾ നെറ്റിയിൽ സിന്ദൂരം തൊടാറുണ്ട്. നമ്മുടെ നാട്ടിലൊരു സംസ്കാരമാണ്. ഞാൻ ഭർത്തൃമതിയാണ്, എന്നെ അങ്ങനെ ഇനി ലോകം കാണാവുള്ളൂ എന്നുള്ളതിൻ്റെ അടയാളമാണ് നമ്മളുടെ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ നെറ്റിയിൽ സിന്ദൂരം ചാർത്തുന്നത്. ലോകത്തോട് പറയാണ്, ഞാൻ ഭർത്തൃമതിയാണ്, ഇനി നിങ്ങൾ എന്നെ അങ്ങനെയേ കാണാവൂ. സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് നമ്മുടെ. ഇത് കണ്ടപ്പോഴത് വിവാഹിതയാണെന്ന് അറിഞ്ഞല്ലോ. ശ്രീരാമദാസ് സ്വാമികൾ ഈ പെൺകുട്ടി യുവതിയാണ്, നമസ്കരിച്ചു ചോദിച്ചു പറഞ്ഞു, പുത്രവതി ഭവ, നല്ല കുട്ടികളുണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. നമസ്കരിച്ച് എഴുന്നേറ്റപ്പോഴത്തേക്കും രുക്മിണിബായിയുടെ കണ്ണിൽ കൂടെ കുടുകുടാന്ന് കണ്ണീരൊഴുകാൻ തുടങ്ങി. ആ മഹാഗുരുവിന് മനസ്സിലായി ഇത് സന്തോഷാശ്രുവൊന്നുമല്ല, ദുഃഖത്തിൻ്റെ അശ്രു തന്നെയാണ്. ദുഃഖത്തിൻ്റെ ചൂട് ആ കണ്ണീർക്കണങ്ങളിൽ നിന്ന് മഹാപുരുഷൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹിച്ചു, എന്തിനാ കുഞ്ഞ് നീ കരയുന്നത്? നിന്നെ വല്ലാതെ ഏതോ ഒരു ചിന്ത അലട്ടുന്നുണ്ടല്ലോ. ഈ അമ്മ തൊഴുകയോടുകൂടി ഈ യുവതി പറഞ്ഞു, ഗുരുദേവ, അങ്ങയുടെ വാക്കുകൾ ഒരിക്കലും പാഴിലാകില്ല. പക്ഷേ ഞാൻ ഭർത്തൃമതിയാണ്, എൻ്റെ ഭർത്താവ് എൻ്റെ സാമീപ്യത്തിലില്ല. എനിക്ക് എങ്ങനെയാണ് പിന്നെ മക്കളുണ്ടാകുക? അങ്ങയുടെ വാക്കും പാഴാകില്ലല്ലോ. ആരാ നിൻ്റെ ഭർത്താവ്? എവിടെയാണ് അദ്ദേഹം? എന്താണ് അദ്ദേഹത്തിന് പറ്റിയത്? തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങൾ ശ്രീരാമാനന്ദ സ്വാമികൾ ചോദിച്ചു. ഒന്നൊന്നായി തൻ്റെ ജീവിതം മുഴുവനും ആ പാവം കുട്ടി അദ്ദേഹത്തോട് പറഞ്ഞു കേൾപ്പിച്ചു. മഹാത്മാവാണ്. എല്ലാം കേട്ടപ്പോൾ, ഭർത്താവിൻ്റെ വിവരണം കേട്ടപ്പോൾ മനസ്സിലായി, അദ്ദേഹം 90% ഉറപ്പായി തന്നെ വന്ന് ആശ്രയിച്ച് തന്നോട് കാര്യം പറയാതെ സന്യാസം സ്വീകരിച്ച തൻ്റെ ഉത്തമ ശിഷ്യൻ വിഠൽ പന്ത് തന്നെയാണ് ഈ കുട്ടിയുടെ ഭർത്താവ് എന്ന് മനസ്സിലായി. ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം 2 കരങ്ങൾ ഉയർത്തിയിട്ട് പറഞ്ഞു, എൻ്റെ വാക്കൊരിക്കലും ഈശ്വരൻ പാഴിലാക്കില്ല. നിനക്ക് മക്കളുണ്ടാകും. ആ മക്കൾ ലോകത്തിന് ആരാധ്യരായി തീരുകയും ചെയ്യും. നിനക്ക് സമാഗമം ഉണ്ടാകും എന്നും പറഞ്ഞ് അനുഗ്രഹിച്ച് അദ്ദേഹം പോവുകയും ചെയ്തു. ഗുരു എങ്ങടാ പോയത്? കാശിയിലേക്കാണ് പോയത്. ശിഷ്യനെ കണ്ടു. വളരെ കോപം അഭിനയിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ചോദിച്ചു. ശിഷ്യനറിയില്ല കോപം അഭിനയിക്കുകയാണെന്ന്. വളരെ ക്ഷുഭിതനായിട്ട് ചോദിച്ചു, നീ എങ്ങനെയാണ് സത്യസ്വരൂപനായ ഈശ്വരനെ അസത്യം പറഞ്ഞ് നേടാൻ സാധിക്കുക? ഈശ്വര ദർശനത്തിന് വേണ്ടിയാണല്ലോ നീ സന്യാസം സ്വീകരിച്ചത്. ആ ഈശ്വരനാകട്ടെ സത്യസ്വരൂപൻ. ആ സത്യസ്വരൂപനിലേക്ക് നീ പോയ വഴി അസത്യത്തിൻ്റെ വഴിയാണ്. നമ്മൾ തിരിച്ചറിഞ്ഞോളണം, ആധ്യാത്മിക വഴിയിൽ കുറുക്കു വഴി എന്നില്ല, വളഞ്ഞ വഴിയും ഇല്ല, എളുപ്പ വഴിയില്ല, നേരായ വഴിയുള്ളൂ. ഓരോരുത്തർക്കും ഓരോ വഴിയാണ്. ആ വഴികളെല്ലാം അതുവഴി പോകുന്നവർക്ക് എളുപ്പമായിരിക്കും. എനിക്കൊരു വഴിയുണ്ട്, ആ വഴി എനിക്ക് എളുപ്പമായിരിക്കും. മറ്റൊരാൾക്കൊരു വഴിയുണ്ട്, ആ വഴി അദ്ദേഹത്തിന് എളുപ്പമായിരിക്കും. ഞാൻ എൻ്റേതല്ലാത്ത വഴിയിലൂടെ പോയാൽ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ പാട്ട് പഠിക്കാൻ വാസനയുള്ള ഒരാൾക്ക് സംഗീതം എന്ത് രസമായിരിക്കും പഠിക്കാൻ. അതിന് വാസനയില്ലാത്ത ഒരാളോട് പറഞ്ഞാലോ അദ്ദേഹത്തിന് എന്തൊരു ബാലികാറാമലിയായിരിക്കും ആ സംഗീത പഠനം. അതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഈ ആധ്യാത്മിക മാർഗം. അത് ഗുരു നമുക്ക് ഉപദേശിക്കും. നമ്മുടെ പൂർവ്വവാസനയ്ക്കനുസരിച്ച് നമ്മുടെ ഇഷ്ടദേവത ഏത് ഭാവം മനസ്സിലാക്കി നമുക്കുള്ള വഴി സദ്ഗുരുക്കന്മാർ നമ്മൾ ഉപദേശിക്കും. പിന്നെ അത് ചോദ്യം ചെയ്യരുത്. കാരണം ത്രികാലജ്ഞാനികളാണ് നമ്മൾ ഉപദേശിക്കുന്നത്. അദ്ദേഹം അവിടെ വന്ന് പറഞ്ഞു, നീ എന്നോട് ഇങ്ങനെ മറച്ചു വച്ചില്ലേ, ചെല്ലൂ. ആ പെൺകുട്ടിയുടെ കണ്ണീരിൽ കുതിർന്ന ഒരു ജീവിതം നിനക്കൊരിക്കലും ശാന്തി തരില്ല.
എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാലും നിന്റെ ലക്ഷ്യവും നിറവേറ്റില്ല. ചെല്ലുക, ഈശ്വര നിശ്ചയമാണ്. നീ ഈശ്വരേച്ഛയ്ക്ക് വഴങ്ങി കൊടുക്കുക. ആദ്യം ആ സാധു യുവതിയുടെ കണ്ണുനീർ തുടയ്ക്കുക. അവൾക്ക് നല്ലൊരു ജീവിതം നീ സമ്മാനിക്കൂ എന്ന് പറഞ്ഞു. പിന്നെ വിട്ടൽപ്പന്തൊന്നും തിരിച്ചു പറഞ്ഞില്ല. തനിക്ക് പറ്റിയ വീഴ്ച അദ്ദേഹത്തിന് മനസ്സിലായി. ഗുരുവിനെ നമസ്കരിച്ചു, മാപ്പിരുന്നു. അങ്ങനെ അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഭർത്താവ് ഒന്ന് കണ്ടു. അദ്ദേഹത്തിന് സിദ്ധോപാന്തന് സന്തോഷമായി. മകള് വിധവയല്ലെങ്കിലും വിധയെ പോലല്ലേ ജീവിക്കുക. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് കാലല്ലേ ആയിട്ടുള്ളൂ. മക്കളും ഉണ്ടല്ലോ. ഇവർ ഭാര്യാഭർത്തൃ ജീവിതം പോലും നയിച്ചിട്ടുമില്ല എന്ന് ആലോചിച്ചോളേ. ഏതായാലും ആ കുടുംബത്തിൽ സന്തോഷമായി. അദ്ദേഹം തൻ്റെ ഉപാസനയും ഒക്കെ തുടർന്നുകൊണ്ട് തന്നെ ഇങ്ങനെ കുടുംബജീവിതം ആരംഭിച്ചു. ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായി. ഇന്നും സന്യസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗൃഹസ്ഥാശ്രമത്തേക്ക് തിരിച്ചു വരരുത്. അതുകൊണ്ട് സന്യസിക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഹൈന്ദവ ധർമ്മത്തിൽ ഒരാൾ സന്യസിക്കാൻ തീരുമാനിച്ചാൽ ആദ്യം എതിർക്കുന്നത് അവൻ്റെ വീട്ടിൽ നിന്നായിരിക്കും, പിന്നെ ഗുരുക്കന്മാരായിരിക്കും. എന്തിനാണെന്നറിയാമോ? ഈ എതിർപ്പിനെയൊക്കെ മറികടക്കാനുള്ള മനോധൈര്യവും പക്വതയും ഉണ്ടോ എന്ന് നോക്കും. പിന്നീട് ഗുരു കഠിനമായ പരീക്ഷണങ്ങളിലൂടെ ഇവരെ കടത്തിക്കൊണ്ടുപോകും. എന്താ പരീക്ഷണം? എതിർപ്പുകളെ, അവഗണനകളെ, നിന്ദകളെ, ദുഃഖങ്ങളെ, അതുപോലുള്ളവരൊക്കെ നേരിടാനുള്ള കരുത്തുണ്ടോ? കാരണം സന്യാസം കല്ലും മുള്ളും വിരിച്ച പാതയിലൂടെ നഗ്നപാതനായിട്ട് നടക്കുന്നതിന് തുല്യമാണ്. ലോകത്തിൻ്റെ ക്ലേശങ്ങൾ മുഴുവൻ ഏറ്റെടുക്കാൻ കരുത്തുണ്ടോ എന്ന് ഭഗവാൻ പരീക്ഷിക്കും. അത്ര ശക്തിയുള്ളവർ ഈ സന്യാസത്തിൻ്റെ പാതയിലൂടെ പോയാൽ മതി. സന്യസിക്കാതെ നമുക്ക് ഈശ്വരനെ കിട്ടും. അപ്പം അതിന് കരുത്തുള്ളവർ ആ വഴിക്ക് പോകട്ടെ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? സന്യാസമാർഗം ദുഷിക്കും. അവർ മാതൃകയാണ് സമാജത്തിന്. ഇപ്പം നമുക്ക് എത്രയോ പത്രത്തിലൊക്കെ വാർത്ത വരാറില്ലേ? കള്ളത്തരം ചെയ്ത സ്വാമിമാരും സ്വാമിയുടെ വേഷം കിട്ടിയിട്ട് കള്ളത്തരം ചെയ്ത് കിടക്കുന്ന ആൾക്കാരും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? പാകതയില്ലാതെ, പക്വതയില്ലാതെ, ആവേശം കൊണ്ട് സന്യസിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഇതൊക്കെ. അപ്പം അദ്ദേഹത്തിന് വീഴ്ച മനസ്സിലാക്കി. അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചു. ഈ തിരിച്ചു വന്നപ്പം നാട്ടുകാർക്ക് അതൃപ്തിയായി. കാരണം അന്നത്തെ ഒരു സമ്പ്രദായത്തിനെതിരാണത്. സന്യസിച്ച ഒരാൾ വീണ്ടും ഗൃഹസ്ഥാശ്രമിയാക്കുക, ഇത് അപകടകരമാണ്. സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്ന രൂപതയും ആളുകളൊക്കെ ഇദ്ദേഹത്തെ അവജ്ഞയോടുകൂടി നോക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സമുദായക്കാർ. ആരാ? ബ്രാഹ്മണര്. അപ്പം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അന്നത്തെ ഒരു നിയമം അതാണല്ലോ. ഏതായാലും ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭ്രഷ്ട് കൽപ്പിച്ച ഒരു കുടുംബം എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെയായി അവരുടെ ജീവിതം. അദ്ദേഹം അതെല്ലാം ആ നിന്ദയൊക്കെ ഏറ്റുവാങ്ങി. ഭ്രഷ്ട് കൽപ്പിച്ചൊരു കുടുംബം എത്രയൊക്കെ ബുദ്ധിമുട്ടുള്ള, ആരുടെയും സഹകരണം ഇല്ല, ആരും കണ്ടാൽ മിണ്ടില്ല. ഇവർ ഭഗവാനെ മാത്രം ആശ്രയിച്ച് കുടുംബജീവിതം നയിച്ചു. അവർക്കതിൽ 4 മക്കളുണ്ടായി. ആദ്യത്തെ മകൻ നിവൃത്തിനാഥ്, രണ്ടാമത്തെ മകൻ ജ്ഞാനേശ്വരൻ. നമ്മൾ പറയാൻ പോണ മഹാപുരുഷൻ്റെ കഥയാണ് ജ്ഞാനേശ്വരൻ. മൂന്നാമത്തത് സോപാൻ. ഇതൊരു പെൺകുട്ടിയാണ്, മുക്താബായ്. ഈ 4 പേരും മഹാത്മാക്കളായി ഭാരത ചരിത്രത്തിലെ ഉജ്ജ്വല നക്ഷത്രങ്ങളായി മാറി. ഈ 4 കുഞ്ഞുങ്ങളും മിടുക്കരായിട്ട് വളർന്നു. എല്ലാവരും തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട സമൂഹത്തിലാണ് കുട്ടികൾ വളരുന്നത്. ഈ കുട്ടികളെ കുടിപ്പള്ളിക്കൂടത്തെ പോലും ആരും കയറ്റിയില്ല. ഉടൻ തന്നെ നമ്മുടെ വിട്ടൽപന്ത് തന്നെ തൻ്റെ മക്കളെ പഠിപ്പിക്കാനുള്ള ചുമതല ഏറ്റെടുത്തു. അച്ഛൻ്റെ ജോലിയാണ് മക്കളെ 2 രീതി കണ്ണു തെളിപ്പിക്കണം എന്ന്, ഈ ലൗകിക ജീവിതത്തിൽ ജീവിക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കണം. പിന്നെയോ ആധ്യാത്മിക രീതിയിൽ അകക്കണ്ണും തുറപ്പിക്കണം, പുറക്കണ്ണും തുറപ്പിക്കണം. ഇത് അച്ഛൻ്റെയും അധ്യാപകൻ്റെയും ജോലിയാണ്. അച്ഛൻ പുറം ലോകത്ത് ജീവിക്കാൻ പഠിക്കുമ്പോൾ ഗുരുനാഥൻ അകത്തെ ലോകത്ത് ജീവിക്കാൻ പഠിക്കും. അകത്തെ ലോകം എന്ന് വെച്ചാൽ എന്താണെന്നറിയാലോ? നമുക്കുള്ള ദേഷ്യം, നമുക്കുള്ള കാമം, നമുക്കുള്ള അസൂയ, അത്യാഹ്ലാദം, ഇങ്ങനെയുള്ള നമ്മളെ വിഷമിപ്പിക്കുന്ന എല്ലാ വികാരങ്ങളെയും തോൽപ്പിക്കുക. മാത്രമല്ല, എന്തിന് ജീവിച്ചു? ഈശ്വരനെ കാണാനാണ്. അതിലേക്കുള്ള വഴി തെളിക്കുക. ഇതാണ് അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഗുരുസന്നിധിയിൽ നമ്മൾ ചെല്ലണം, അല്ലെങ്കിൽ ഗുരു നമ്മുടെ അടുത്ത് വരും. 2 ഒന്ന് ചെയ്യണമെന്ന് പറയും. നമ്മുടെ ഗുരുക്കന്മാർ പണ്ട് ഉപദേശിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ.
അതുകൊണ്ട് ഇവിടെ മറ്റാരും പറഞ്ഞു കൊടുക്കാനില്ലാത്തതുകൊണ്ട് വിട്ടൽ പന്ത് പണ്ഡിതനാണ്. അദ്ദേഹം തന്നെ തൻ്റെ മക്കളെ വേണ്ട ആധ്യാത്മിക കാര്യങ്ങളും അദ്ദേഹം തന്നെ തപസ്യാണല്ലോ ഇത് പഠിപ്പിക്കാൻ തുടങ്ങി. എന്നാലും സമൂഹത്തിലുള്ള ജീവിതം മനസ്സ് മടുത്തു. ഇടയ്ക്ക് വല്ലാതെ വിഷം വന്നപ്പം ഒന്ന് തീർത്ഥാടനത്തിന് പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ തീർത്ഥാടനത്തിന് ഇറങ്ങുകയാണ്. ഇന്നത്തെ ഭാഷ പറഞ്ഞ ടൂറൊക്കെ പോകണം നല്ലതാണ്. പക്ഷെ പോയി കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടണം. എന്താ കിട്ടേണ്ടത്? നമ്മുടെ പോക്കറ്റിലോ വീട്ടിൽ അലമാരിലോ വയ്ക്കാനുള്ള കിട്ടിയിട്ട് കാര്യമില്ല. നിങ്ങളൊക്കെ വീട്ടിൽ അലമാരിൽ നോക്കിക്കോളൂ. അവിടെയൊക്കെ പണ്ടൊക്കെ പോയൊരു ടൂറിന് പോയിട്ട് വന്ന് പലതും വച്ചിട്ടുണ്ടാവും. അതൊക്കെ പൊടി പിടിച്ചിരിക്കുമായിരിക്കും. പക്ഷെ കിട്ടേണ്ടത് അകത്താണ്. അറിവ് ഒരിഞ്ചെങ്കിലും ഒന്ന് ഉയർന്നാൽ, മനസ്സ് കുറച്ചെങ്കിലും ഉന്നത നിലയത്തിലെത്തിയാൽ അതാണ് കിട്ടേണ്ട ധനം. അതെവിടെയാണ് കിട്ടുക? അത് മഹത്തുക്കളുള്ള സ്ഥലങ്ങളിലേ കിട്ടൂ. മഹത്തുക്കളുള്ള സ്ഥലങ്ങളാണ് മഹാക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളൊക്കെ. അവിടെ മഹത്തുക്കൾ നമ്മൾ ഉദ്ദേശിച്ച സജ്ജനങ്ങളെയാണ്. അവർക്കാണ് നമ്മുടെ ജീവിതത്തിലേക്കുള്ള തെളിമയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ട്? അവരങ്ങനെ ജീവിച്ചവരാണ്, അവരത് കണ്ടവരാണ്. അങ്ങനെ ഇദ്ദേഹം തീർത്ഥാടനത്തിന് പോയി. അന്നത്തെ കാലല്ലേ, മിക്കവാറും ഒരു ഗ്രാമം, പിന്നെ കാട്, പിന്നെ ഗ്രാമം, നഗരങ്ങൾ കുറവാണ്. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഒരിക്കലും അവർ കാട്ടിലുള്ള യാത്ര ചെയ്യുന്ന സമയം സന്ധ്യയായി. പെട്ടെന്ന് മഴക്കാറ് വന്നു, മൂടി. അപ്പം സ്വതവേ വനത്തിലിരുട്ടാണ്. കാർമേഘം കൂടി വന്നാലോചിച്ച് നോക്കൂ. അതിലൂടെ പേമാരിയും തുടങ്ങി. ദിക്ക് കിട്ടാണ്ടായി. കുറച്ചുകൂടി ഇന്നപ്പോൾ ഈ വന്യമൃഗങ്ങളുടെ ശബ്ദം കേട്ടു. ഇതിനിടയ്ക്ക് ഒരു കടുവയുടെ ഭീകരമായ അലർച്ച അവർ കേട്ടു. കടുവയെ കാണുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഭയന്നു പോയി. എല്ലാവരും ചെതറി 4 ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങി. നിവൃത്തിനാഥും ജ്ഞാനേശ്വരനും സോപാനും മുക്തിവായും വിട്ടൽ പന്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 4 ഭാഗത്തേക്കും ചെതറി ഓടി. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ അവരെല്ലാം കണ്ടുമുട്ടി. അപ്പോൾ ഒരാളെ കാണാനില്ല. ആരാണ്? ഏറ്റവും മൂത്ത മകനായ നിവൃത്തനാഥനെ കാണാനില്ല. അവരവിടെ എല്ലാം തെരഞ്ഞു. തെരയാവുന്ന രാത്രി വിളിക്കാനല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഉറക്കെ വിളിച്ചു. ഒരു മറുപടിയും കിട്ടിയില്ല. വളരെ സങ്കടത്തോടു കൂടി ആ ദുർവിധിയെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ ശേഷിച്ച 3 മക്കളും അച്ഛനും അമ്മയും അളിയന്തിയിലേക്ക് തിരിച്ചെത്തി. അവരുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തി. അങ്ങനെ ആ മകൻ നഷ്ടപ്പെട്ടു എന്ന ദുഃഖത്തോടെ അവരോട് ജീവിക്കിങ്ങനെ കാലം കഴിക്കുകയാണ്. കുറേ കാലം കഴിഞ്ഞു. ഏതാണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം ഈ നിവൃത്തിനാഥ് വീട്ടിലെത്തി. അത്ഭുതപ്പെട്ടുപോയി. എങ്ങനെയാ മക്കളെ നീ രക്ഷപ്പെട്ടെന്ന് വെച്ചു പറഞ്ഞു. അന്ന് ആ കടുവ അലറിയപ്പോൾ ഞാൻ ഓടിയത് എങ്ങടാന്ന് എനിക്ക് അറിയില്ലല്ലോ, ഇരുട്ടല്ലേ. ഓടിച്ചെന്ന് ഒരു ഗുഹ കണ്ടു. ഞാൻ അതിൻ്റെ അകത്ത് കയറി പ്രവേശിച്ചു. അവിടെ ഞാൻ ഒരു മഹായോഗിയെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, നിന്റെ വരവും കാത്തിരിക്കുകയാണ് ഞാൻ. നോക്കൂ, ഈശ്വരൻ നമുക്കെല്ലാം ഓരോന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ആ വഴിയിലൂടെ, ഈശ്വരൻ പറഞ്ഞ വഴിയിലൂടെ ധാർമ്മികമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആ വഴിയിലുള്ളതെല്ലാം ഈശ്വരൻ തരും. മാത്രമല്ല, സംരക്ഷിക്കാനായിട്ട് ഈശ്വരൻ്റെ തൃക്കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് നിൽപ്പുന്നുണ്ടാവും. ഭഗവാൻ പറഞ്ഞ വഴി കൂടെ പോകണമെന്ന് മാത്രം. ഏതാ പറയുന്ന വഴി എന്ന് പറയണത്? ഗുരുക്കന്മാർ ഉപദേശിക്കുന്ന വഴി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, എനിക്കറിയാം നീ ഇന്ന് വരുമെന്നുള്ള വിവരം. അപ്പം നടന്ന സംഭവമൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. ശിഷ്യം പറയുകയും ചെയ്തു. അദ്ദേഹത്തിനെ ഗുരുവായിട്ട് സ്വീകരിച്ചു. അവിടെ വെച്ച് അദ്ദേഹത്തിന് വളരെ സൂക്ഷ്മമായ രഹസ്യമായ യോഗവിദ്യകൾ അഭ്യസിപ്പിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചോളണം കേട്ടോ. എന്താ ഈ രഹസ്യം എന്ന് പറയണമെന്നറിയാവോ? രഹസ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും പറയാൻ പാടില്ല. എന്തുകൊണ്ട് പറയാൻ മേല? ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ നമ്മൾ ആയുധം കൊടുക്കില്ല. എന്തുകൊണ്ട് കൊടുക്കില്ല? കുട്ടിയുടെ കൈ മുറിയും, അല്ലെങ്കിലോ അവൻ അതുകൊണ്ട് അപകടം ഉണ്ടാക്കും. കാരണം ആയുധം എന്താണെന്ന് കുട്ടിക്കറിയില്ല. അതുപോലെ തന്നെ ഉത്തമമായ വിദ്യ യോഗ്യരായവരുടെ അടുത്ത് കൊടുത്തില്ല എങ്കിൽ ആ അറിവ് കൊണ്ട് അവനും അപകടം ഉണ്ടാക്കും, സമൂഹത്തിനും അപകടം ഉണ്ടാക്കും എന്നൊക്കെ ധാരാളം പത്രവാർത്തകൾ വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഗീത പഠിപ്പിക്കുന്നവരുണ്ട്, യോഗ പഠിപ്പിക്കുന്നവരുണ്ട്. പലരും ഇതൊന്നും ശരിക്കും പഠിക്കാത്തവരാണ്.
അങ്ങനെ പഠിപ്പിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ അറിയാൻ മേലാത്തവൻ വിചാരിക്കും തനിക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കും. അത് അവന് അപകടം ഉണ്ടാക്കും. പിന്നെയോ തനിക്ക് നിശ്ചയമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കും. അപ്പോൾ കേൾക്കുന്നവരോ അവരും അബദ്ധം പഠിക്കും. അബദ്ധം പഠിച്ച് അബദ്ധമല്ലേ ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഇത് രഹസ്യം എന്ന് പറയുന്നതിൻ്റെ കാരണം. പിന്നെ വേറൊരർത്ഥമുണ്ട് രഹസ്യത്തിന്. ഇത് പറഞ്ഞു തരാൻ പറ്റില്ല. ഗുരു പറയണത് ചെയ്താൽ അനുഭവിക്കാൻ പറ്റും. അതിനൊരു ഉദാഹരണം പറയാം, പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം മധുരം, പഞ്ചസാര നാവിലിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരെന്താണ്, അതിനെന്താ സ്വാദം എന്ന് വെച്ചാൽ മധുരം എന്ന് പറയും. മധുരം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. പക്ഷെ മധുരം എന്താണെന്ന് അറിയാൻ പറ്റും. ഇതുപോലെയാണ് ഈ ആധ്യാത്മിക കാര്യങ്ങൾ. രഹസ്യവിദ്യ എന്ന് പറയുന്നതാണ്. ഇത് പരിശീലിച്ചാൽ നമുക്കതിൻ്റെ അനുഭവം കിട്ടും. വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? മധുരം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതെല്ലാം നിവൃത്തിനാഥന് അതിസൂക്ഷ്മമായ രഹസ്യമായ യോഗവിദ്യകളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഗുരുനാഥൻ്റെ വാക്ക് പറഞ്ഞു, നീ ഈ വിദ്യ നിന്റെ അനുജൻ ജ്ഞാനേശ്വരനെ പഠിപ്പിക്കണം. അവൻ ലോകത്തിന് വേണ്ടി വന്നവനാണ്. ഇതെല്ലാം കഴിഞ്ഞു. അന്ന് മുതലാണ് ജ്ഞാനേശ്വരൻ്റെ ഗുരുനാഥനായി നിവൃത്തിനാഥ് മാറുന്നത്. പിന്നെ കാലം മുന്നോട്ട് നീങ്ങി. അവിടെ കുട്ടികൾക്ക് കുറച്ചുകൂടെ മുതിർന്നു. പിന്നെ പള്ളിക്കൂടത്തിൽ എത്തിച്ചു. പാഠശാലയിൽ എടുക്കില്ല എന്ന് അവിടുത്തെ ബ്രാഹ്മണർ, അവരാണ് സ്കൂൾ പള്ളിക്കൂടം നടത്തുന്നവർ. അവരോട് എടുക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ വളരണ്ടേ, അവർക്കൊരു ജീവിതം വേണ്ടേ? ഞങ്ങൾക്കൊരു തെറ്റുപറ്റി, ഞാൻ സന്യസിച്ചു പോയതിനു ശേഷം ഗൃഹസ്ഥാശ്രമത്തിൽ തിരിച്ചു വന്നു. എനിക്ക് എന്ത് ശിക്ഷയാണ് നിങ്ങൾ വിധിച്ചിരിക്കുന്നത്? അത് ഞാൻ സ്വീകരിച്ചു കൊള്ളാം എന്ന് ഈ വിഠൽ പന്ത് പറയുകയാണ്. ചിലരുടെ മനസ്സൊക്കെ അതിക്രൂരമാണേ. അന്ന് അങ്ങനെ കുറേ ക്രൂരന്മാരവിടെ ഉണ്ടായിരുന്നു. ആ സഭ കൂടിയിട്ട് അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും ജീവത്യാഗം ചെയ്യണം, മരിക്കണം എന്നർത്ഥം. എങ്ങനെ? ത്രിവേണിയിൽ ഇറങ്ങി, 3 നദികളുടെ സംഗമം, അവിടെ ഇറങ്ങി നിങ്ങൾ മരിക്കണം. അങ്ങനെ മരിച്ചാൽ ഈ കുട്ടികൾക്ക് ആരും ഇല്ലാണ്ടാവും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് അവരെ ആരെങ്കിലും ഞങ്ങൾ സ്വീകരിച്ചിട്ട് അവരെ പഠിപ്പിച്ചു കൊള്ളാം. തൻ്റെ മക്കൾക്ക് സദ്ഗതി വരണേ എന്നുള്ള പ്രാർത്ഥന മൂലം, ആ ആഗ്രഹം മൂലം, തീവ്രമായ ആ പുത്രസ്നേഹത്താൽ ആ മാതാപിതാക്കളെ വിഠൽ പന്തും ഭാര്യയും ത്രിവേണി സംഗമത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ 2 പേരുടെയും ശരീരം ത്യജിക്കുക. ആലോചിച്ചു പോവുക, മക്കളത് കണ്ടുകൊണ്ട് നിൽക്കുകയാണേ. അച്ഛൻ നിങ്ങളവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ പിന്നെ മറുത്തു പറയില്ല. പേടിച്ചിട്ടല്ല, അച്ഛൻ പറഞ്ഞ വാക്ക്, അമ്മ പറഞ്ഞ വാക്കിനപ്പുറം ഒരു വാക്ക് പാടില്ല എന്നുള്ള നിശ്ചയം. അതിനുശേഷം കുട്ടികൾ തിരിച്ച് ഗ്രാമത്തിലെത്തി. ഈ സഭയിൽ ചെന്നിട്ട് പറഞ്ഞു, ഇനി ഞങ്ങളെ നിങ്ങൾ സ്വീകരിക്കൂ, ഞങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. അപ്പോഴാണ് അവരവരുടെ തനിനിറം പറഞ്ഞത്, നിങ്ങളെ എന്തായാലും ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, പഠിപ്പിക്കുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല എന്ന് പറയുകയാണ്. കിട്ടിയ പോലെ ആയിരുന്നു ആ വാർത്ത. അവർക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. ഗ്രാമത്തിൽ ഇനി അവർക്ക് ആരുമില്ല. ഈ സാഹചര്യമാണ് ഇപ്പോൾ അവർക്കുള്ളത്. ഇനി തങ്ങളുടെ നാടായ ആളിന്ത്യയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? അങ്ങനെ അവർ പൈഠാണിലേക്ക് യാത്രയാവുകയാണ്. മഹാരാഷ്ട്ര തന്നെയാണ് ആ സ്ഥലം. എന്താ അവിടുത്തെ പ്രത്യേകത? അവിടെയാണ് മതകോടതിയുടെ ഏറ്റവും വലിയ ആസ്ഥാനം. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ സുപ്രീം കോടതി എന്ന് പറയാം. ധർമ്മപീഠം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ധർമ്മപീഠത്തിൻ്റെ വാക്കാണ് അവസാന വാക്ക്. പൈഠാണിലെ ധർമ്മപീഠം വിധിച്ചാൽ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. എന്നാൽ അങ്ങോട്ട് പോയേക്കാം. അങ്ങനെ നിവൃത്തിനാഥും ജ്ഞാനേശ്വരനും സോപാനും ഒരു സഹോദരിയായ മുക്തിബായികളും കൂടിയിട്ട് പൈഠാണിലെത്തി. അവിടുത്തെ പണ്ഡിതന്മാരെ കണ്ടു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അച്ഛൻ്റെ ചരിത്രം പറഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് മാതാപിതാക്കളില്ല, ഞങ്ങൾക്ക് വേണ്ടി അവർ ശരീരത്യാഗം ചെയ്തു, ഞങ്ങളെ സ്വീകരിക്കണം, ഞങ്ങൾ സമ്പ്രദായത്തിലുള്ള ദീക്ഷകളൊക്കെ തരണം, ഞങ്ങളെ സമാജത്തിൽ ഉൾപ്പെടുത്തണം എന്ന് കുട്ടികൾ പ്രാർത്ഥിച്ചു. എല്ലായിടത്തും അഹങ്കാരികളുണ്ട്, അവിടെയും ഉണ്ടായിരുന്നു. അതിലൊരു ബ്രാഹ്മണ പണ്ഡിതൻ പറഞ്ഞു, നിങ്ങളുടെ പേരെന്തൊക്കെയാണ്, കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞു. ജ്ഞാനേശ്വരൻ പറഞ്ഞു, എൻ്റെ പേര് ജ്ഞാനേശ്വർ. ഓഹോ,
ജ്ഞാനേശ്വരൻ, അതായത് ജ്ഞാനത്തിൻ്റെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ നിയന്ത്രിക്കുന്നവൻ, ജ്ഞാനാധികാരി അല്ലേ, ജ്ഞാനത്തിന് അധികാരിയായവൻ. അപ്പോൾ വേണ്ടുവോളം ഉണ്ടാവുമല്ലോ ജ്ഞാനം കയ്യിൽ അല്ലേ എന്ന് വെച്ച് പരിഹസിച്ചുകൊണ്ട് ആ കുഞ്ഞിനോട് ചോദിച്ചത്. കൊച്ചുകുട്ടിയിലാണ്, 10-12 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ഈ കുട്ടി വളരെ ശാന്തമായി നിഷ്കളങ്കമായി ജ്ഞാനേശ്വരൻ പറഞ്ഞു, ഉവ്വ് അങ്ങ് പറഞ്ഞത് ശരിയാണ്, എല്ലാ ജ്ഞാനങ്ങളും എനിക്കുണ്ട്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതും എൻ്റെ തന്നെ പ്രതിച്ഛായയാണ്. അങ്ങും ഈ കാണുന്ന മൃഗങ്ങളും മനുഷ്യരും ഇവിടുത്തെ പണ്ഡിതന്മാരും, എന്തിന് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും എൻ്റെ തന്നെ നിഴലാണ്. ആ അറിവ് എനിക്കുണ്ട്. വിനയത്തോടുകൂടി അത് പറഞ്ഞത്. പക്ഷേ അപ്പുറത്തിരുന്ന ആൾക്കാർക്ക് സുഖിച്ചില്ല. അവർക്ക് ദേഷ്യം വന്നു. കൊച്ചുവായിലെ വലിയ വാക്കുകൾ പറയുന്നു. ഒരാൾ പറഞ്ഞു, ആഹാ, കുറെ വേദാന്തമൊക്കെ കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, നന്നായി പ്രസംഗിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്തു പറയാല്ലേ? ഉവ്. അപ്പോഴാണ് അതുവഴി ഒരു രസകരമായ സംഭവം ഉണ്ടായി. ഒരാൾ ഒരു പോത്തിനെയും കൊണ്ട് അതുവഴി വന്നു. അപ്പോൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ പോത്തും നിന്റെ തന്നെ നിഴലല്ലേ? അതെ, എന്തിനു സംശയിക്കണം, എൻ്റെ തന്നെ, ഞാൻ തന്നെ അതും. അപ്പം നിനക്ക് ഭേദം അറിയാവുന്നതുപോലെ ഈ പോത്തിനും ഭേദം അറിയാമായിരിക്കുമല്ലോ. ആ ചോദ്യത്തിലെ പരിഹാസം മനസ്സിലായല്ലോ. അപ്പം ഇദ്ദേഹം പറഞ്ഞു, ഉവ്, ആ പോത്തും വേദം ചൊല്ലും, എന്തിനാ സംശയിക്കേണ്ടത്? അതിലുള്ള ചൈതന്യവും എന്നിലുള്ള ചൈതന്യവും ഒന്ന് തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ നിനക്കത്ര ജ്ഞാനമുള്ള സ്ഥിതിക്ക് ആ പോത്തിനെ കൊണ്ടൊന്ന് വേദം ചൊല്ലിക്കൂ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അപ്പോൾ തികഞ്ഞ പരിഹാസമായി. സ്വാഭാവികമായിട്ടും അതിൽ കുട്ടികൾ പരാജിതരായി തിരിച്ചു പോകുമല്ലോ. ജ്ഞാനേശ്വരൻ ശാന്തമായിട്ട് എഴുന്നേറ്റു, സദസ്സിനെ തൊഴുതു. ആണ് അറിവുള്ളവൻ്റെ വിനയം എപ്പോഴും അങ്ങനെയാണ്. അദ്ദേഹം വെല്ലുവിളിയൊന്നുമില്ല, തോപ്പിച്ച് കാണിച്ചു തരാന്നുള്ള ഭാവമില്ല. കാരണം അദ്ദേഹം ആരെ തോപ്പിക്കാനാ? അങ്ങനെ ചിന്തയില്ലല്ലോ. നേരെ പോത്തിൻ്റെ അടുത്ത് ചെന്നു, മെല്ലെ അതിനെ തൊട്ടു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ബ്രഹ്മസ്വരൂപിയായ ആത്മസ്വരൂപിയായ മഹിഷമേ, മഹിഷം എന്ന് പറഞ്ഞ പോത്ത്, മഹിഷമേ, അങ്ങ് വേദം ചൊല്ലൂ. അങ്ങയ്ക്ക് ഇതറിയാമോ എന്ന കാര്യത്തിൽ ഇവിടുത്തെ ചില പണ്ഡിതന്മാർക്ക് സംശയമുണ്ട്. അവരുടെ സംശയം നിവർത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വേദം ചൊല്ലിയാലും. ഇദ്ദേഹത്തിൻ്റെ സ്പർശനം, ഈ ശാസനം, ഈ കൽപ്പന അത് കേട്ടതും പോത്തൊന്ന് തലയൊന്ന് കുടഞ്ഞു. അതിസുന്ദരമായി സ്ഫുടമായി തെറ്റുകളില്ലാതെ ഋഗ്വേദത്തിലെ ഒരു സൂക്തം ജീവിക്കാൻ തുടങ്ങി. ചുറ്റുമുള്ളവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. പണ്ഡിതന്മാർ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. ഇവരെല്ലാം ഓടി വന്ന് ഈ 4 കുട്ടികളെയും നമസ്കരിച്ചു. അവർ പറഞ്ഞു, അങ്ങ് മഹാജ്ഞാനിയാണ്, പണ്ഡിതനാണ്. നിങ്ങളെ എന്ത് പ്രായശ്ചിത്ത കർമ്മം ചെയ്ത് ഞങ്ങൾക്കിനി ശുദ്ധീകരിക്കാനാണ്? നിങ്ങളുടെ സ്പർശനം കൊണ്ടും സംഭാഷണം കൊണ്ടും ശുദ്ധരാകേണ്ടത് ഇപ്പോഴും ഞങ്ങളാ, നിങ്ങളല്ല. ഞങ്ങളോട് പൊറുക്കണം, ഇനി ഇവിടെ ഒരു നിമിഷം നിൽക്കാനില്ല എന്ന് പറഞ്ഞു. രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോത്തിൻ്റെ ഉടമ ഒരു മുസ്ലിമാണേ. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്കിനി ഇതിനെ വേണ്ട എന്ന് പറഞ്ഞു. ഇതെങ്ങാനും വീട്ടിൽ ചെന്ന് ഇതുപോലൊക്കെ ചൊല്ലേ, എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഇതിനെന്താന്നുള്ള കുറച്ച് പൈസ ഇങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ട് പൊക്കോളാം, ഇനി ഇതിനെ കൊണ്ട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ കുറേയൊക്കെ ധാരാളം പണം സംഘടിപ്പിച്ചു. വരും വേദം ജീവിക്കണ പോത്തല്ലേ, ഇദ്ദേഹത്തിന് കൊടുത്തു. അതുകൊണ്ട് പോയി അദ്ദേഹം. ഈ പോത്തിന് ആർക്ക് വേണം? ആർക്കും പോത്തിന് വേണ്ട, പേടിയാണ്. ഒരിക്കൽ സരസമായിട്ടൊരു പ്രഭാഷണം പറഞ്ഞു, ഇതിനെ കൊണ്ടെങ്ങാനും പോയി വീട്ടിൽ ചെയ്ത് കൊണ്ടുപോയി കെട്ടിയിട്ടാൽ രാവിലെ നമ്മൾ വേദം ചെല്ലുമ്പോൾ തെറ്റി വന്ന പോത്ത് തിരുത്തി തന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതായാലും പിന്നീട് അതിന് അവിടെ ഒരു സമാധി മന്ദിരം ഉണ്ടായി എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മഹാപുരുഷൻ, ഒരു ജ്ഞാനി, ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരു വ്യക്തി എന്തിനോട് ആജ്ഞാപിച്ചാലും അത്
നമ്മുടെ ദൃഷ്ടിയിൽ ജീവനുള്ളതോ ജീവനില്ലാത്തോ എന്തോ ആകട്ടെ, എല്ലാറ്റിൻ്റെ ഉള്ളിൽ ആ പരമ്പൊരുൾ പല വിധത്തിൽ കിടപ്പുണ്ട്. ചിലതിന് പ്രകാശം കൂടായിരിക്കും, ചിലതിന് പ്രകാശനം കുറവായിരിക്കുന്നേ ഉള്ളൂ. ഒരു ജ്ഞാനി ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞാൽ അതങ്ങനെ നടന്നേ തീരൂ. കാരണം ഈ മായയിൽ എന്തും സംഭവിക്കാം, സംഭവിപ്പിക്കാനും ഒരു ജ്ഞാനിക്ക് സാധിക്കും എന്നുള്ളത് പകല് പോലെ സത്യമാണ്. ആധ്യാത്മശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്ക് ആ കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ഇങ്ങനെയൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്ക് പലർക്കും ഈ ശാസ്ത്രത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ലാത്തതുകൊണ്ടാണ്. ഒരിക്കലും ഓർമ്മ വരുന്നത്, സത്യസായി ബാബ ഒരിക്കൽ നമ്മുടെ ഡോക്ടർ ഭഗവന്തത്തിന് ഒരു മോതിരം ഉണ്ടാക്കി കൊടുത്തു, സ്വർണ്ണമോതിരം. സത്യസായി ബാബ ഇങ്ങനെ വസ്തുക്കളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണെന്നുള്ള എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന് സ്വർണ്ണമോതിരം ഉണ്ടാക്കി കൊടുത്തു. ഇദ്ദേഹം ശാസ്ത്രജ്ഞനാണ്. അപ്പം ഇദ്ദേഹത്തിന് സംശയം, ഇത് ശരിയായ സ്വർണം തന്നെയാണോ? അതറിയാൻ വേണ്ടി ഇദ്ദേഹം മുറി ചെന്നപ്പം ഈ സ്വർണം ലയിക്കുന്നൊരു ലായനിയുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫൂരിക് ആസിഡും ചേർത്തുണ്ടാക്കുന്ന ഒരു മിശ്രിതമാണ്. അക്വാറീജിയ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ആ ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് അതിൽ ഇത് ലയിക്കുമെന്നറിയാൻ പരീക്ഷണം നടത്തുകയാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാതിൽ മുട്ട് കേട്ടു. ഇദ്ദേഹം കടന്നു വന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന് ഇദ്ദേഹം പ്രതീക്ഷിക്കാത്ത ആളാ ഭഗവാൻ സത്യസായി ബാബ. ഇദ്ദേഹം പരിഭ്രമിച്ചു പോയി. സ്വാമി തന്ന മോതിരം എടുത്ത് പരീക്ഷണം നടത്തല്ലേ. ഭഗവാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ആട്ടെ, നിന്റെ പരീക്ഷണം നടന്നോട്ടെ, എൻ്റെ സ്വർണം, അതായത് ഞാൻ ഉണ്ടാക്കിയ സ്വർണം നടത്തും, എൻ്റെ സ്വർണം നിന്റെ ഈ സൊല്യൂഷനിൽ ലയിക്കില്ല, അത് വേറെ സ്വർണ്ണമാണ്. അതെന്തുകൊണ്ടാന്ന് കേട്ടോളൂ. എൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ പുറകിലും ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രം നിന്റെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ നിയമത്തിൽപ്പെടുന്നവയല്ല. ഞാൻ കാണിക്കുന്നത് സൂപ്പർ സയൻസ് ആയതുകൊണ്ട് അതിൻ്റെ നിയമവും സൂപ്പർ സയൻസിൻ്റെ നിയമങ്ങളാണ്. അതായത് ആധ്യാത്മിക ലോകത്തിലെ നിയമം ഒന്ന് വേറെ, നമ്മളിവിടെ ഈ 3 ഡയമെൻഷനിലൊക്കെ കിടന്ന് ജീവിക്കുന്നതിൻ്റെ നിയമം വേറെ ഒന്ന്. ഈ അറിവുണ്ടായാൽ ആവശ്യമില്ലാത്ത കുതർക്കങ്ങളിൽ നമ്മൾ ഏർപ്പെടില്ല. അറിയില്ലാത്തത് അറിയാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടും ഇന്നേവരെ അതാരും കണ്ടുപിടിച്ചിട്ടില്ലാത്തതുകൊണ്ടും അത് തെറ്റാണെന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ പറയുന്നത് ഒരിക്കലും ഒരു ശാസ്ത്രീയമായ സമീപനവും അല്ല. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞു. അങ്ങനെ ആ നാട്ടിലുള്ളവരെയും പൈഠാണിലെല്ലാവരും ഈ പിറ്റേ ദിവസം മുതൽ കുട്ടികളെ കാണാൻ ധാരാളം വരാൻ തുടങ്ങി. കുട്ടികൾ അവരോട് ആധ്യാത്മികൾ സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് വെച്ച് കുറേ പ്രഭാഷണങ്ങളൊക്കെ നടന്നു. ഒരു ചോദിക്കും, അതിൻ്റെ ഉത്തരമായിട്ട് ഈ ജ്ഞാനേശ്വരൻ ഓരോ കാര്യങ്ങൾ പറയും. നിവൃത്തിനാഥനാണ് മൂത്ത ജ്യേഷ്ഠനാണ് ഗുരുനാഥൻ. മറ്റു 2 സഹോദരങ്ങളും ഇങ്ങനെ ഇരുന്ന് കേൾക്കും. സമാധിസ്ഥരായിട്ടിരുന്ന് കേട്ട് ഇങ്ങനെ രസിച്ച് ആനന്ദിച്ചിരിക്കും. കുറേ കാലം അവിടെ താമസിച്ചതിന് ശേഷം ജ്ഞാനേശ്വരൻ യാത്രയായി. തിരിച്ചവർ ആളിന്ത്യയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇപ്പോൾ അവിടുത്തെ പ്രശ്നമൊക്കെ തീർന്നു കാണും. ഇവിടുന്ന് ഈ വാർത്തയൊക്കെ അവിടെ എത്തി കാണുമല്ലോ. അങ്ങനെ തിരിച്ചു പോകാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് അവർ പലയിടത്തും തങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു ക്ഷേത്രമാണ് ആദിമായ ക്ഷേത്രം. അവിടെ അവർ തങ്ങി. അഹമ്മദ് നഗറിലാണ് ആ ക്ഷേത്രം ഉള്ളത്. അവിടെ തങ്ങുകയാണ്. അവിടെ കുറേ കാലം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നിവൃത്തിനാഥൻ, അതായത് ഇദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, അതായത് ഗുരുനാഥൻ കൂടിയായ നിവൃത്തിനാഥ് പറഞ്ഞു, അനുജനോട് പറഞ്ഞു, ഇനി നീ ഗീതയെക്കുറിച്ച് ഇവിടെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കൂ. അപ്പോൾ 15 വയസ്സാണ്. അങ്ങനെ അവിടെ വെച്ച് ഗീതയെ വ്യാഖ്യാനിക്കാൻ തുടങ്ങുകയാണ്. എങ്ങനെയാണ്? ഒരു ഗീതാശ്രവം ചൊല്ലും. അപ്പോൾ തന്നെ അതിൻ്റെ വ്യാഖ്യാനം മറാഠി ഭാഷയിൽ പദ്യ രീതിയിൽ അപ്പം തന്നെ അത് ഇത് ചെയ്യാണ്. ക്ഷണികമായിട്ടാണ് വരുന്നത്. പൊടുന്നനെ അങ്ങ് വരികയാണ്. അതങ്ങോട്ട് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ ആരംഭിക്കുക. നാളുകൾ ചെല്ലും തോറും ജനങ്ങളിങ്ങനെ അരച്ചു വരാൻ തുടങ്ങി. ആ ഗീതാഭാഷ്യമാണ് പിൽക്കാലത്ത് ലോകപ്രസിദ്ധമായ ജ്ഞാനേശ്വരൻ എഴുതിയ ഗീതാപ്രഭാഷണത്തിൻ്റെ പേര്. ആ ഗീതാ വ്യാഖ്യാനത്തിൻ്റെ പേരാണ് ജ്ഞാനേശ്വരി. അത് കേൾക്കാത്തവർ ആരുമില്ല. ആ ജ്ഞാനേശ്വരി എഴുതിയ സന്ദർഭം ഇതാണെന്നറിയുക.
അവിടെ വച്ച് അദ്ദേഹം പല പല വിധത്തിലുള്ള അത്യത്ഭുത കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നതല്ല, ഈശ്വരൻ അവരിലൂടെ യോഗ്യരായവർക്ക് ഈ മഹാത്മാവ് ആരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരിലൂടെ കാണിക്കുന്ന ലീലകളാണ് ശരിക്കും അത്ഭുതങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്തൊരു അത്ഭുതവും ഇല്ല. ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ചോളം വിമാനം പറക്കണ കാണുമ്പോൾ അത്ഭുതം ഉണ്ടാവും, നമുക്കും അത്ഭുതം ഉണ്ടാവും. അതിൻ്റെ യന്ത്രഘടനയും അത് പറപ്പിക്കാൻ ഉണ്ടാക്കിയ ആൾക്കും അല്ലെങ്കിൽ പറപ്പിക്കുന്ന ആൾക്കും നമ്മുടെ അത്ര അത്ഭുതമൊന്നുമില്ല. അത് ഇന്നിന്ന നിയമങ്ങളൊക്കെ വെച്ച് ഇന്നിന്ന സാഹചര്യത്തിൽ ഈ യന്ത്രം പറന്നുയരുന്നു എന്നവർക്കറിയാം. അപ്പോൾ അറിവ് കുറവാണ് ഒരു അത്ഭുതത്തിൻ്റെ കാരണങ്ങളിൽ ഒന്ന് എന്നറിയുക. ഇവർ അത്ഭുതം കാണിക്കുന്നതൊരിക്കലും പ്രശസ്തിക്കോ അല്ലെങ്കിൽ ധനസമ്പാദനത്തിനോ അല്ല, ഈശ്വര മഹിമയ്ക്ക് എന്തും ചെയ്യാൻ സാധിക്കുമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞു. കുറേ അവിടുത്തെ ആ കാലം കഴിഞ്ഞപ്പം ഇവർ തങ്ങളുടെ ആ ജന്മനാട്ടിലേക്ക് ആളന്തിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ 4 പേരും കൂടി ആളന്തിയിലെത്തി. ആളന്തിയിലേക്ക് അപ്പം ആളുകളുടെയൊക്കെ മനസ്സൊക്കെ മാറിയിരിക്കുന്നു. തങ്ങൾ ഈ കുഞ്ഞുങ്ങളെ വിഷമിപ്പിച്ചത് പാപമായി പോയി എന്ന് തിരിച്ചറിഞ്ഞു. ചിലർ ഒന്നും മാപ്പിരുന്നു, ചിലവർ മാപ്പിരുന്നില്ലെങ്കിലും അവർ പിന്നീട് ശല്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ തങ്ങളോടുള്ള വെറുപ്പും അതൃപ്തിയും ഒക്കെ ആളുകൾക്ക് അടങ്ങി എന്നറിഞ്ഞപ്പം 4 പേർക്ക് സന്തോഷമായി. അത് തങ്ങളുടെ ദേഷ്യം പോയതിൻ്റെ സന്തോഷമല്ല, അവരുടെ തെറ്റിദ്ധാരണയൊക്കെ മാറിയല്ലോ, അവർക്ക് ശരിയായ അറിവുണ്ടായല്ലോ എന്നോർത്തിട്ടാണ് മഹത്തുക്കൾക്ക് സന്തോഷം ഉണ്ടാവുന്നത്. അണ്ട് അവർക്കാരോടൊപ്പം ദേഷ്യമൊന്നുമില്ലല്ലോ. ദേഷ്യമില്ലാത്ത അവരോടൊപ്പം നമ്മൾ ദേഷ്യപ്പെട്ടാലും അവർക്ക് ദേഷ്യമില്ല, അവർക്ക് വിഷമമില്ല. ഈ കാലത്ത് ഈ കുട്ടികളുടെ പ്രശസ്തി എല്ലായിടത്തും വ്യാപിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും ഇപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്, അവനവൻ്റെ മേഖലയിൽ അവനവന് തുല്യമായിട്ട് ഒരാൾ കയറി വന്നാൽ അസൂയ ഉണ്ടാവും. ആ അസൂയ അങ്ങോട്ട് വർദ്ധിച്ചാൽ ചിലവർ എന്ത് കടുങ്കൈ ചെയ്യാനും മടുക്കില്ല. നമ്മുടെ ദുര്യോധനൻ പറഞ്ഞൊരു വാക്കുണ്ടേ, ആരുടെ അച്ഛനോട് ധൃതരാഷ്ട്രോട് പറയാ, യുധിഷ്ഠിരൻ്റെ ഐശ്വര്യം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ടല്ല വിഷമം, അത് ദുര്യോധന ഇല്ലാത്തതിൻ്റെ ദുഃഖമല്ല, വേറൊരുത്തിന് തന്നെക്കാൾ കൂടുതൽ ഉണ്ടല്ലോ എന്നുള്ള ദുഃഖം. ഇതൊക്കെ അസൂയാദി കാര്യങ്ങളാണ്. കുട്ടികളാണെങ്കിൽ നമ്മളെക്കാളും നന്നായിട്ട് ഒരാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മിടുക്കൻ എന്ന മനസ്സുകൊണ്ടും നാവുകൊണ്ടും അതിനെ അഭിനന്ദിക്കണം. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചാൽ മറ്റൊരാളെ മറികടക്കാൻ മാർക്ക് മേടിക്കാം. പക്ഷെ ആരോഗ്യകരമായ സമീപനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിവിൻ്റെ അത്രയും മുഴുവൻ ഞാൻ ഉപയോഗിക്കുക, അതിൻ്റെ മാർക്ക് മേടിക്കുക. മറ്റൊരാൾ എനിക്കാൾ കൂടുതൽ മേടിക്കണമെന്നോ അല്ലെങ്കിൽ കുറവ് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് കിട്ടാനുള്ള അദ്ദേഹത്തിന് മേടിച്ചോട്ടെ, എനിക്ക് കിട്ടാനുള്ള ഒരു മാർക്ക് പോലും കുറഞ്ഞു പോകരുത്. അവിടെയാണ് ഓരോ വിദ്യാർത്ഥിക്കും നിഷ്കർഷ വേണ്ടത്. അങ്ങനെ അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ആരോടും പകയോ ദേഷ്യമോ അസൂയോ ഒന്നും ഉണ്ടായില്ല, പക്ഷെ കുട്ടികളോടുണ്ടായി. അത് പലരും ഉണ്ട്. അതിന് ആ കാലത്തുണ്ടായിരുന്ന മറ്റൊരാളാണ് നാമദേവൻ. നമുക്കിനി ഈ വന്ദേ ഗുരുപരമ്പരാ പദ്ധതിയിൽ നാമദേവനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. നാമദേവൻ്റെ പ്രത്യേകമായിട്ട് പറയാം. നാമദേവൻ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നയാളാണ്. ഇവർ ഒരുമിച്ച് ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്, ജ്ഞാനേശ്വരനും നാമദേവനും. കുറച്ചും കൂടെ പോകുമ്പോൾ നമുക്ക് ആ കഥയൊക്കെ അനുസ്മരിക്കാം. അപ്പം നാമദേവൻ പറയാറുണ്ട്, ഞാൻ ഈ ജ്ഞാനേശ്വരൻ്റെ ശിഷ്യനാണ് എന്ന് പറയുന്നതിൽ അഭിമാനിച്ചിരുന്നയാളാണ്. അത്ര മഹാത്മാവായിരുന്നു നാമദേവനെ പോലുള്ള മഹാത്മാവാണ് പറഞ്ഞത്. ഇതിനെതിരായിരുന്നു ചാങ്ദേവനെ പോലെയുള്ള ആൾക്കാർ. അവർക്ക് അസൂയ അങ്ങ് മുഴുത്തു. ഈ ചാങ്ദേവന് പ്രായം എത്രയുണ്ടെന്ന് ആർക്കും അറിയില്ല. 10,000-1500 വർഷം പഴക്കമുണ്ടെന്നൊക്കെയാണ് പറയണേ. അപ്പോഴും നമുക്കൊന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഉണ്ട്. ഓട്ടോബയോഗ്രഫി യോഗിയിൽ പരാമർശിച്ചിട്ടുണ്ട്, സ്വാമി രാമന ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രഭാകര സിദ്ധിയോഗി ഉണ്ടായിരുന്നു. കണക്കും പ്രകാരം ഇപ്പോൾ ഉള്ള രേഖപ്പെടുത്തിയ കണക്കും പ്രകാരം അദ്ദേഹം 10-600 വർഷം ജീവിച്ചിരുന്നിട്ടുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞതാണ്, അതിന് ഒരു യോഗ ഭാഷയിലേ നമുക്കതിന് വിശദീകരണം തരാൻ പറ്റൂ. മറ്റൊരു വിശദീകരണങ്ങൾ അവർ വഴങ്ങില്ല. അപ്പം അതെങ്ങനെയാണ് ശരിയാവണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിൽ കൈയിട്ടാൽ കൈ പൊള്ളും, അത് നിയമമാണ്.
പക്ഷെ ഷിർഡി സായി ബാബ ആഹാരം ഉണ്ടാക്കണ കുട്ടകത്തിൽ തിളച്ച് മറയണ ഭക്ഷണത്തിൽ നഗ്നമായ കൈകൊണ്ട് ഇളക്കിയിട്ടാണ് അത് ഇളക്കണത്. ചട്ടം ഉപയോഗിക്കാറില്ല. എന്നിട്ട് അത് ആ കൈകൊണ്ട് തന്നെ അദ്ദേഹം വാരി കൊടുക്കാറ്. എന്തുകൊണ്ട് ആ കനത്ത ചൂടിൽ തിളയ്ക്കുന്ന ആ കൂട്ടാലിലും ചോറിലും കൈയിട്ട് മാറുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൈ പൊള്ളുന്നില്ല? വിശദീകരണമുണ്ട്. പക്ഷെ നമുക്ക് ഭൗതിക നിയമം വെച്ച്, ഇന്നത്തെ ഭൗതിക നിയമം വെച്ച് അത് വിശദീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ അടുത്തിടെ നടന്ന സംഭവങ്ങളാണേ, നേരിട്ട് കണ്ടവർ എഴുതി വെച്ച കാര്യങ്ങളാണ്. കൂട്ടത്തിൽ ഒന്ന് പരാമർശിച്ചു എന്ന് മാത്രം. അപ്പോൾ ചാങ്ദേവന് നൂറ്റുകണക്കിന് വയസ്സ് പ്രായമുണ്ട്. ഇദ്ദേഹം ഇതറിഞ്ഞു. മിക്കവാറും ഇദ്ദേഹം കാട്ടി താമസിക്കുന്ന ആളാണ്. ഏതോ ഒരു ബാലൻ വന്നിട്ടുണ്ട്. ആ ബാലൻ വലിയ ജ്ഞാനിയാണത്രേ, വലിയ സിദ്ധിയുള്ളവനാണത്രേ, പോത്തിനെ കൊണ്ട് വേദം ചൊല്ലിച്ചിട്ടുണ്ടത്രേ. ചാങ്ദേവൻ ഓഹോ, എന്നെക്കാളും സിദ്ധിയും പ്രാഗൽഭ്യവും ഉള്ളൊരു വ്യക്തിയോ, അങ്ങനെയാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അദ്ദേഹം എന്തു, ഉൾക്കാട്ടിൽ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചു. അപ്പോൾ അവിടുത്തെ കടുവകളൊക്കെ വന്നു. അതിലൊരു കൂറ്റൻ കടുവയുടെ പുറത്തേക്ക് മൂപ്പരങ്ങോട്ട് കയറി. ഇപ്പം ചട്ടമ്പിസ്വാമികളും നാരായണ ഗുരുദേവനും ഒക്കെ അവരുടെ ജീവിതത്തിൽ കാണാം. വന്യമൃഗങ്ങളൊക്കെ അവരുടെ സമീപത്ത് എത്രയും ശാന്തമായിട്ടാണ് വർത്തിക്കുന്നത് കാണാം. അതിലൊന്നും അത്ഭുതത്തിന് ആവശ്യമില്ല. അപ്പം ചാങ്ദേവനെ പോലെ ഒരു സിദ്ധന് വളരെ നിസ്സാരമാണ്. ഈ കടുവയുടെ പുറത്ത് കയറിയിട്ട് ഒരു വലിയ പാമ്പിനെ അദ്ദേഹം കയറ് പോലെ എടുത്തു. അതിനെ വാഴ പിടിച്ചിങ്ങനെ വടി കറക്കണ പോലെ കറക്കിക്കൊണ്ട് ഈ കടുവയുടെ പുറത്തിരുന്ന് അദ്ദേഹം ജ്ഞാനദേവനെയും നിവൃത്തിനാഥനെയും സ്വഭാവനെയും മുക്തിവായി ആ കുട്ടികളെ കാണാനായിട്ട് യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നൂറ്റുകണക്കിന് ശിഷ്യന്മാരുണ്ട്. കുറേ 100-300 ശിഷ്യന്മാരും ഇദ്ദേഹത്തിൻ്റെ കൂടെ യാത്രയായി. അപ്പോൾ ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗുരുനാഥൻ, ഒരു കൂറ്റൻ ശരീരമുള്ള ഒരാൾ, ഒരു കടുവയുടെ പുറത്ത് കയറി നാട്ടിൻപുറത്തേക്ക് വരികയാണേ. എന്തൊരു ഭീകരമായ രംഗ. അപ്പോൾ പോണ വഴിക്ക് ചാങ്ദേവൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എന്നെ ഈ പരുവത്തിൽ കാണുമ്പം എൻ്റെ ഈ മഹാസിദ്ധി കണ്ട് ജ്ഞാനേശ്വരൻ ഭയക്കും, എൻ്റെ ശിഷ്യനാകും. മറ്റുള്ള ഇദ്ദേഹത്തിൻ്റെ ചാങ്ദേവൻ്റെ ശിഷ്യന്മാർ വിചാരിച്ചു, നമ്മുടെ ഗുരുവിൻ്റെ ഈ പ്രകടനം കാണുന്നതോടെ ആ പയ്യൻ്റെ ഗ്യാസ് തീരും. അങ്ങനെ ഇവരങ്ങോട്ട് പുറപ്പെട്ടു. ഈ സമയം അളിന്തിയിലെ അവരുടെ വീട്ടിൻ്റെ പുറത്തൊരു മതിലുണ്ട്. ചെറിയ അരമതിൽ പൊക്കമുള്ളൂ. ഇതിൻ്റെ മുകളിൽ കുട്ടികൾ 4 പേര് ഇരിക്കുകയാണ്. നിവൃത്തിനാഥനും സോപാനും ജ്ഞാനേശ്വരനും മുക്തിവായും ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അവർക്ക് ലോകത്തിൻ്റെ അടുത്ത് എവിടെ നടന്നാലും അവർ അറിയണമെന്ന് ആഗ്രഹിച്ച് അറിയാൻ പറ്റും. പെട്ടെന്ന് മുക്തബായി പറഞ്ഞു, അല്ലയോ ജ്യേഷ്ഠ, നമ്മുടെ ചാങ്ദേവൻ എന്ന മഹായോഗി അങ്ങയെ കാണാനായിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. പുറക്കെ എവിടെ നിന്നാലും എന്തും അറിയാൻ പറ്റുന്ന ആളാണ്. ഇത് കേട്ടപ്പോൾ നിവൃത്തിനാഥ് പറഞ്ഞു, അദ്ദേഹത്തെ പോലൊരു മഹാത്മാവ് നമ്മളെ കാണാൻ വരുമല്ലോ ചെയ്യുക, നമ്മൾ അങ്ങോട്ട് പോയി കാണുകയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ അദ്ദേഹം ആരാ, നമ്മുടെ സോപാൻ പറഞ്ഞു, അല്ലിപ്പം നമ്മൾ 4 പേരും കൂടെ ഇപ്പം എങ്ങനെയാ പോകുക? ജ്ഞാനേശ്വരൻ പറഞ്ഞു, നിങ്ങളുടെ കൽപ്പന പ്രകാരം നമുക്ക് പോകാലോ, അതിനെന്താ ബുദ്ധിമുട്ട്? അതിനുശേഷം താൻ ഇരുന്ന അരമതിലിൽ പതുക്കെ തട്ടിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ ആത്മസ്വരൂപമേ, നീ ഞങ്ങളെ ചാങ്ദേവൻ്റെ അടുത്തേക്കൊന്ന് കൊണ്ടുപോകാമോ? കാരണം അദ്ദേഹം ഇത്രയും ദൂരം ഞങ്ങളെ കാണാൻ വരുന്നത് ശരിയല്ലല്ലോ. കുറച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് സ്വീകരിച്ചു നായില്ലേ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുതൽ നടത്തിക്കാതെ നമുക്ക് ബുദ്ധിമുട്ടും ഒഴിവാക്കാമല്ലോ, അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാമല്ലോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് ആ മതിലെ പെട്ടെന്ന് ഇങ്ങനെ മെല്ലെ 1-2 പ്രാവശ്യം തട്ടി. മതിൽ മെല്ലെ ഒന്ന് ഇളകി, പിന്നീട് ഒന്ന് മാറി. പിന്നീട് ഈ 4 പേരെയും വഹിച്ചുകൊണ്ട് ആ മതിലിൻ്റെ അത്രയും ഭാഗം മെല്ലെ നീങ്ങാൻ തുടങ്ങുകയാണ്. നിമിഷങ്ങൾ കഴിയും തോറും ഇതിൻ്റെ വേഗത കൂടിക്കൊണ്ടേയിരുന്നു. പിന്നീട് സാമാന്യ നല്ല വേഗതയിൽ ഈ മതില് ഈ 4 പേരെയും വഹിച്ചുകൊണ്ട് ചാങ്ദേവൻ പുറപ്പെട്ട ദിക്കിലേക്ക് യാത്ര ആരംഭിച്ചു. മുന്നോട്ട് പോകും തോറും മതിലിൻ്റെ വേഗം കൂടിക്കൊണ്ടിരുന്നു. പിന്നീടത് മിന്നൽ പിണർ പോലെ പാഞ്ഞു എന്നാണ് ജ്ഞാനദേവൻ്റെ കഥ പറയുന്നവർ പറയുക. അതിവേഗതയിൽ അത് കുതിച്ചു പായാണ്. എങ്ങോട്ട്? കാരണം അദ്ദേഹത്തിന് മഹാത്മാവിൻ്റെ കൽപ്പനയുണ്ട് മതിലിന്. എന്താ കൽപ്പന? ചാങ്ദേവൻ്റെ അടുത്ത് പോയി നമുക്ക് അദ്ദേഹത്തെ കാണണം. വഴിയൊക്കെ അവർ കണ്ടുപിടിച്ചോളും. മതിലിനൊക്കെ സ്വന്തം GPS ഉണ്ട് ഒരു മഹാത്മാവ് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സമയം കടുവപ്പുറത്ത് കയറിയിട്ട്
ചാങ്ദേവൻ പാമ്പിനെയും ചുഴറ്റിക്കൊണ്ട് ഇങ്ങോട്ടും കുതിക്കുകയാണ്. ദൂരെ നിന്ന് തന്നെ ഈ മതിൽ വരുന്നതിൻ്റെ ഉഗ്രമായ കാറ്റടിക്കുന്ന ആ അനുഭവം ചാങ്ദേവനും സംഘത്തിനുണ്ടായി. വലിയൊരു കാറ്റ് വരുന്നത് എന്താണ് എന്നറിയാനായിട്ട് അദ്ദേഹം വളരെ വിസ്മയത്തോടുകൂടി മുന്നോട്ട് നോക്കി. അദ്ദേഹം സിദ്ധനാണല്ലോ, അദ്ദേഹത്തിനോട് തന്നെ കാര്യം മനസ്സിലായി. അപ്പോഴത്തേക്കും ഈ 4 പേരെയും വഹിച്ചുകൊണ്ടുള്ള മതിൽ അതിവേഗതയിൽ ചാങ്ദേവൻ്റെ സമീപത്തേക്ക് വരിക. ഉടൻ തന്നെ അദ്ദേഹം കടുവയോട് നിൽക്കാനായിട്ട് ആജ്ഞാപിച്ചു. കടുവ പരിഭ്രമിച്ചു പോയി ഈ വരവ് കണ്ടിട്ട് അതവിടെ ഉടൻ തന്നെ നിന്നു. അപ്പോഴേക്കും ഈ മതിലിൽ യാത്ര ചെയ്ത ഈ 4 പേരും അവിടെ ഇറങ്ങി. മതിലവിടെ നിന്നു. 4 പേരും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജ്ഞാനദേവൻ തൊഴുകയുമായിട്ട് നമ്മുടെ ചാങ്ദേവൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അങ്ങ് ഞങ്ങളെ കാണാൻ പുറപ്പെട്ട വിവരം സഹോദരി പറയുകയുണ്ടായി. അപ്പം ജ്യേഷ്ഠൻ കൽപ്പിച്ചു, അങ്ങയെപ്പോലൊരു മഹാത്മാവിനെ ഇങ്ങോട്ട് വരുത്തുന്നത് ശരിയല്ല, അങ്ങോട്ട് പോയി കാണാം എന്ന് പറഞ്ഞു. ഇപ്പം ജ്യേഷ്ഠൻ്റെ കൽപ്പന കേട്ടപ്പോൾ അതനുസരിക്കുകയാണല്ലോ ശിഷ്യനായ എൻ്റെ ഉത്തരവാദിത്വം. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് യാത്രയായത്. എന്താണാവോ അങ്ങ് ഞങ്ങളെ കാണാൻ വന്നതിൻ്റെ ആവശ്യം? എന്തിനാണ് ഞങ്ങളെ കാണാൻ അങ്ങ് പുറപ്പെട്ടത്? കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൂടി ചാങ്ദേവൻ അങ്ങോട്ട് വല്ലാതെയായി, വിഷമത്തിലായി. കാരണം മഹാസിദ്ധൻ എന്ന് കരുതിയ ഈ ജ്ഞാനേശ്വരന് ഇത്രയും വിനയത്തിൻ്റെ മൂർത്തിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ലായിരുന്നു. മാത്രമല്ല, ചാങ്ദേവന് ഒരു കാര്യം മനസ്സിലായി, തൻ്റെ സിദ്ധികളൊന്നും തൻ്റെ ആധ്യാത്മികതയുടെ ലക്ഷണമല്ല. ഇതൊക്കെ പ്രകടനമാണ്, തൻ്റെ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. ആധ്യാത്മികമായി ഒരുവൻ ഉയർന്നതിൻ്റെ രഹസ്യം അല്ലെങ്കിൽ അതിൻ്റെ തെളിവ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവ മഹിമയാണ്, അവൻ്റെ ശാന്തതയാണ്, എല്ലാവരോടുമുള്ള സ്നേഹമാണ്, സേവന മനോഭാവമാണ്. ഈ മഹാസിദ്ധനായ ജ്ഞാനേശ്വരൻ എത്ര വിനയത്തോടു കൂടിയാണ് അല്പനായ തൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ വിനയപൂർവ്വം പെരുമാറിയത്. ചാങ്ദേവൻ സിദ്ധനായതുകൊണ്ട്, അദ്ദേഹത്തിന് ഈ മഹാത്മ്യം മനസ്സിലായതുകൊണ്ട് അദ്ദേഹം സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിച്ചു. 15 ഇത്ര വയസ്സുള്ളൂ എന്ന് ആലോചിച്ചോളൂ കേട്ടോ. സാഷ്ടാംഗം അങ്ങ് നമസ്കരിച്ചു. പറഞ്ഞു, പ്രഭു ക്ഷമിക്കണം, ഞാനെന്തോ അഹങ്കാരം കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു, എന്നോട് പൊറുക്കണം. എനിക്കിപ്പോൾ എൻ്റെ അകക്കണ്ണ് തുറന്നു. അതിനുശേഷം ചാങ്ദേവൻ തൻ്റെ ഗുരുസ്ഥാനത്ത് ഇദ്ദേഹത്തെ കാണുകയും ജ്ഞാനേശ്വരനെക്കുറിച്ച് അതിഗംഭീരമായൊരു സ്തുതി രചിക്കുകയും ചെയ്തു. ഏകദേശം 65ഓളം ശ്ലോകമുണ്ട്. ചാങ്ദേവസ്പൃഷ്ടി എന്നാണ് ആ സ്തോത്രകാവ്യം അറിയപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിന് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്തിട്ട് ചാങ്ദേവനും കുടുംബവും, പിന്നീട് കുടുംബം എന്ന് വെച്ചാൽ ആ സഹോദരങ്ങളും തിരിച്ചു പോയി ആളുകൾക്ക് ജ്ഞാനോദയമൊക്കെ കൊടുത്ത് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി, അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രധാന ജോലിയൊക്കെ കഴിഞ്ഞു, ജ്ഞാനേശ്വരി ഭാഷ എഴുതി കഴിഞ്ഞു, ആത്മാനുഭവം എഴുതി കഴിഞ്ഞു, ധാരാളം പേർക്ക് ഉപദേശങ്ങൾ കൊടുത്ത് അവരെ ധന്യരാക്കി. എന്നാൽ ഒന്ന് തീർത്ഥാടനം പോയേക്കാം എന്ന് തീരുമാനിച്ചു. എല്ലാ മഹാത്മാക്കളുടെയും ജീവിതത്തിൽ നമുക്കത് കാണാം. എല്ലാ അവതാര പുരുഷന്മാരും സദ്ഗുരുക്കന്മാരും അവരുടെ ആ ഒരു അവതാര ദൗത്യത്തിൻ്റെ ഭാഗമായി അന്ന് പോകാവുന്ന ദിക്കിലൊക്കെ, അതാത് കാലത്ത് പോകേണ്ട ദിക്കിലൊക്കെ പോകും. എന്തിനാണ് അവർ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീപം കൊണ്ടാണ് അവർ പോകുന്നത്. എന്ത് ദീപം? ജ്ഞാനദീപം. ആ ജ്ഞാനദീപം കൊണ്ട് അവർ പോകുമ്പോൾ ഇത് കൊളുത്താൻ എവിടെയൊക്കെയാണോ യോഗ്യതയുള്ളത് അവിടെയൊക്കെ അവർ ആ ജ്ഞാനദീപം കൊളുത്തിയിട്ടേ പോവുള്ളൂ. കാരണം അവർ വരുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഏത് മഹാത്മാക്കളും നോക്കിക്കൊള്ളൂ, അവർ തീർത്ഥാടനം നടത്തിയിട്ടുണ്ട്. ഇതിനൊരു അപവാദമായിട്ട് നമുക്ക് പറയാനുള്ളത് രമണ ഭഗവാനെ മാത്രമാണ്. പക്ഷേ രമണ ഭഗവാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ലോകം മുഴുവനും ആ ജ്ഞാനത്തിൻ്റെ ദീപം കൊളുത്തുകയും ചെയ്തു. ഒരു പൊതു സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ ഈ തീർത്ഥാടനം. ജ്ഞാനദേവൻ അങ്ങനെ തീർത്ഥാടനത്തിന് പുറപ്പെട്ടു. ഈ തീർത്ഥാടന വേളയിൽ മഹാക്ഷേത്രങ്ങളിൽ എത്തുകയും ആ ക്ഷേത്രങ്ങൾക്കെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ചൈതന്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു. മഹാത്മാക്കൾ ചെല്ലുന്നിടമാണ് എന്തായിട്ട് മാറുക? തീർത്ഥക്ഷേത്രമായിട്ട് മാറുക, പുണ്യസ്ഥലമായിട്ട് മാറുക.
അല്ലാണ്ട് പുണ്യസ്ഥലങ്ങളിലല്ല അവർ പോകുന്നത്. അവർ പോകുന്നിടെല്ലാം പുണ്യസ്ഥലമായിട്ട് മാറും. ചന്ദനത്തിരി എവിടെയൊക്കെ കത്തിച്ച് വയ്ക്കുന്നുണ്ടോ അവിടെയൊക്കെ സുഗന്ധം വരുന്ന പോലെയാണത്. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പോരുന്നിടയ്ക്ക് വിഠോബ ക്ഷേത്രത്തിൽ അദ്ദേഹം ചെന്നു. വിഠല വിഠല എന്നുള്ള ഭജനയൊക്കെ കേട്ടിട്ടില്ലേ? ആ വിഠല ക്ഷേത്രത്തിൽ ചെന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉദിച്ചു. ഇപ്പോൾ 20 വയസ്സൊക്കെ ആവണം. എന്താണ് ഇനി തൻ്റെ ജോലി തീർന്നു കഴിഞ്ഞിരിക്കണു, ഇനി ശരീരം ഉപേക്ഷിച്ചേക്കാം. ഇതൊരു സുന്ദരമായൊരു ചിന്തയെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സ്കൂളിൽ പോയിട്ട് 4 മണി അടിക്കുമ്പം സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോരുമല്ലോ. ഓഫീസിൽ ചെല്ലുമ്പം ഓഫീസിലെ ജോലി സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേനയൊക്കെ മടക്കി വെച്ചിട്ട് ഇറങ്ങിപ്പോരുമല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നേക്കുന്നത് ചില ജോലികൾ ചെയ്യാനാണ്. ആ ജോലി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തോടെ അങ്ങ് പോകാൻ പറ്റണം. അങ്ങനെ പോകാൻ പറ്റണമെങ്കിൽ അത് ആത്മഹത്യയല്ല കേട്ടോ. സന്തോഷത്തോടെ പോകേണ്ട സമയത്ത് 5 മണി കഴിഞ്ഞാൽ പിന്നെ ഓഫീസിൽ ഇരിക്കാൻ പറ്റുമോ? 4 മണി കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലിരിക്കാൻ പറ്റുമോ? സ്കൂളിൽ നിന്ന് അതിനു മുമ്പ് പോയാലേ കുഴപ്പമുള്ളൂ, കഴിഞ്ഞു പോയാലും കുഴപ്പമാണ്. അപ്പോൾ ഈ ജീവിതം എത്ര കാലം കൊണ്ടു നടക്കണമെന്ന് ഈശ്വരൻ വിചാരിച്ചിട്ടുണ്ട്. അത്രയും കാലം സന്തോഷത്തോടെ ഈശ്വരൻ ഏൽപ്പിച്ച ജോലി ഗംഭീരമായിട്ട് ചെയ്തവർക്കാണ് സന്തോഷത്തോടെ ഉടുപ്പ് ഊരിയിട്ടിട്ട് പോണ പോലെ ശരീരം ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. അന്നേരം ആരാ കുളിക്കാൻ പറ്റുന്നറിയോ? ഭഗവാനോ ഭഗവാന്റെ പാർഷദന്മാരോ നേരിട്ട് വരും. VIP കളെ എന്ന് പറഞ്ഞാൽ മഹാഭക്തന്മാരെ കൊണ്ടുപോകാനായിട്ട്. പിന്നെ പേടിക്കാനുണ്ടോ? അങ്ങനെയുള്ളവർക്ക് മരണത്തിന് ഒരു പേടിയില്ല. മരണം അവൻ്റെ വലിയ കൂട്ടുകാരനായിരിക്കും എന്നാണ് നചികേതസിനോട് യമദേവൻ പറഞ്ഞു കൊടുത്തത്. കഠോപനിഷത്ത് പഠിക്കുമ്പം നമുക്കത് കാണാം. ഇവിടെ ഇദ്ദേഹം അവിടെ വച്ച് സമാധിയാകാം എന്ന് തീരുമാനിച്ചു. മഹാക്ഷേത്രം ഇവിടെ വച്ച് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് ലയിച്ചു ചേരാം എന്ന് അദ്ദേഹം ഉള്ളാലൊരു തീരുമാനമെടുത്തു. അന്ന് രാത്രി ജ്ഞാനദേവൻ ഒരു സ്വപ്നം കാണുക. എന്താ ഇപ്പോൾ സ്വപ്നം എന്നറിയോ? ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. വിഠോബ പറഞ്ഞു, ജ്ഞാനേശ്വര, നീ ഇവിടെ വച്ച് സമാധിയാകണ്ട. കാരണം ഇവിടെ 10,000-കണക്കിന് ആളുകളാണ് എന്നെ കാണാൻ ദിവസവും വരുന്നത്. അവർക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, എന്നെ കാണുക, എന്നെ കീർത്തിക്കുക, എന്നെ സ്മരിക്കുക. ഇവിടെ നീ സമാധി ആയിട്ടുണ്ടെങ്കിൽ ആളുകൾ എന്നെ കാണാൻ തന്നെ വന്നുകൊണ്ടിരിക്കും. നിനക്ക് വേണ്ടത്ര പ്രശസ്തിയും അംഗീകാരവും കിട്ടില്ല. എൻ്റെ ഭക്തരെ ലോകം മുഴുവനും ആരാധിക്കണം. നീ ചെയ്തു വച്ച മഹാകൃത്യങ്ങൾ ലോകം എന്നും എന്നും ഓർക്കണം. അത് എൻ്റെ ആഗ്രഹമാണ്. ഈശ്വരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഭക്താനാം മാനവർദ്ധന. ഭാഗവതം പറയൂ, ഭക്തന്മാർക്ക് നല്ല മേൽവിലാസം കിട്ടണം, അവർ കീർത്തിമാനാകണം. ഇതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ ഭക്തൻ്റെ ആഗ്രഹം, എനിക്കൊരു കീർത്തിയും വേണ്ട, എൻ്റെ ഭഗവാൻ കീർത്തിക്കപ്പെട്ടാൽ മതി. ഇപ്പം ത്യാഗരാജ സ്വാമികൾ നോക്കൂ, അദ്ദേഹം രാമാ അങ്ങ് വല്യവനാണ്, അങ്ങ് ധീരനാണ്, അങ്ങ് വീരനാണ്, അങ്ങ് കഷ്ടപ്പെട്ടവരെ മുഴുവൻ രക്ഷിക്കും എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രൻ്റെ മഹിമയാണ് കീർത്തിച്ചത് മുഴുവനും. എന്നിട്ട് കീർത്തി കിട്ടിയത് ആർക്കാ? ത്യാഗരാജ സ്വാമികൾക്ക്. ത്യാഗരാജ സ്വാമികൾ കീർത്തിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ കീർത്തി കൂടിയൊന്നുമില്ല. പക്ഷേ ഭഗവാനെ കീർത്തിച്ചപ്പോൾ ത്യാഗരാജസ്വാമികൾ കീർത്തിമാനായി. അപ്പോൾ കീർത്തി കിട്ടണമെങ്കിൽ, ധനം കിട്ടണമെങ്കിൽ, ബുദ്ധി കിട്ടണമെങ്കിൽ ഏറ്റവും എളുപ്പമായ, ഏറ്റവും നല്ലതായ, ഏറ്റവും ഒട്ടും അപകടമില്ലാത്ത ഒരേ ഒരു വഴിയാണ് നമ്മുടെ ഇഷ്ടദേവനെ ആരാധിക്കുക. അപ്പം എന്താ, ഒന്നും ചോദിക്കണ്ട. പണമാണെങ്കിൽ പണം കൊണ്ടുതരും, പേര് വേണമെങ്കിൽ പേര് കൊണ്ടുതരും, ശരീരത്തിൻ്റെ സൗഖ്യം വേണമെങ്കിൽ അത് കൊണ്ടുതരും. അത് ഭഗവാൻ അറിയാം. കൊച്ചു കുഞ്ഞുങ്ങൾ, നമ്മൾ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ അമ്മ നമുക്ക് വേണ്ട നമ്മൾ ചോദിച്ചിട്ടല്ലോ എന്നത് നമ്മൾ ചോദിക്കാതെ തന്നെ പാകപ്പെടുത്തി നമ്മുടെ വായയിൽ വെച്ച് തന്നിട്ടില്ലേ? അതുപോലെയാണ് ഈശ്വരൻ്റെ മുമ്പിൽ നമ്മൾ എപ്പോഴും ശിശുക്കളാണ്. ഭഗവാൻ നമ്മളിങ്ങനെ എടുത്തോണ്ടാണ് നടക്കണത്. ഈ സത്യം നമ്മളൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. അപ്പോൾ നോക്കൂ, ഇവിടെ ജ്ഞാനേശ്വരൻ്റെ കീർത്തി കിട്ടണം എന്നുള്ള ആർക്കാ ആഗ്രഹം? വിട്ടൽ മഹാപ്രഭുവിനാണ്. അതല്ലേ 12-ാം നൂറ്റാണ്ടിലൊന്ന് ആ മഹാപുരുഷനെ ഇന്നും നമ്മൾ സ്മരിക്കുകയല്ലേ? നോക്കൂ, വിട്ടലിനെ സ്മരിക്കുന്നതിനേക്കാൾ കൂടുതലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വിട്ടലിൻ്റെ മഹിമയെ കൂടെ നമ്മൾ ഇവിടെ വെച്ച് പറയുകയാണ്. ഇപ്പോഴേ വിട്ടൽ മഹാപ്രഭു ജ്ഞാനേശ്വരോട് പറഞ്ഞു, അങ്ങ് ഇന്ദ്രിയാണി നദീതീരത്തുള്ള സിദ്ധേശ്വര ക്ഷേത്രത്തിലേക്ക് ചെല്ലുക. അവിടെ
സമാധിയായിക്കൊള്ളൂ. അങ്ങയെ അവിടെ കാണാൻ ലക്ഷോപലക്ഷം ജനങ്ങൾ വരും. അങ്ങയെക്കുറിച്ച് അവർ കീർത്തിക്കും. അങ്ങയുടെ ഭക്തി മാറിയായിട്ടെടുക്കും. അങ്ങയുടെ ജ്ഞാനഗംഗയിൽ അവർ നീന്തി തുടിക്കും. അങ്ങനെ ലോകത്തിന് ഒരു പുതു വെളിച്ചം വീണ്ടും ലഭിക്കും. അതുകൊണ്ട് അങ്ങോട്ട് യാത്രയാകുക. അങ്ങനെ ജ്ഞാനേശ്വരൻ ഭഗവാന്റെ കൽപ്പന പ്രകാരം ആളിന്ത്യയിലേക്ക് മടങ്ങി. അവിടെ തനിക്ക് പറ്റുന്ന ഒരു സ്ഥലം കണ്ടെത്തി സിദ്ധേശ്വര ക്ഷേത്രത്തിൽ. അവിടെ അദ്ദേഹം തനിക്ക് വേണ്ടുന്ന സമാധി സ്ഥലം കണ്ടെത്തി. അവിടെ സമാധി അറയുണ്ടാക്കി. ഇനി ജീവൽ സമാധി എന്നാ പറയുക. അതിൻ്റെ അകത്ത് കയറിയിരുന്നു. 1276 ഇതിലാണ്, ഒരു ഒക്ടോബർ 15-ാം തീയതിയാണ് ഈ ദിവസം. അദ്ദേഹം അവിടെ ഇരുന്നു. അദ്ദേഹം അവിടെ ആസനസ്ഥനായിട്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഈ കല്ലുകൾ വച്ച് കെട്ടി ആ സമാധി അങ്ങോട്ട് അടക്കിയാണ്. ആണ് ജീവൽ സമാധി എന്ന് പറയും. അത് കാണുമ്പം മറ്റുള്ള സഹോദരങ്ങൾക്ക് വിഷമമൊന്നും ഉണ്ടായി എന്ന് ധരിക്കരുത്. കാരണം അവർ വലിയൊരു യോഗാവസ്ഥയിലേക്ക് പ്രവേശിക്കുക എന്നുള്ള അറിവുള്ളത് കൊണ്ട് അവർക്ക് പരിഭ്രമമൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം ജീവൽ സമാധിയായി. പിന്നീട് 7 മാസം കഴിഞ്ഞപ്പോൾ നിവൃത്തിനാഥും മുക്താബായിയും സോപാനും ഇതേപോലെ തന്നെ ശരീരം ത്യജിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ആ ജ്ഞാനേശ്വര മഹാപ്രഭുവിൻ്റെ കീർത്തി ലോകമെമ്പാടും അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടക്കാലത്ത് അതിന് ചെറിയ ക്ഷീണം വന്നപ്പോൾ ഏകനാഥൻ എന്ന് പറഞ്ഞൊരു മഹാത്മാവുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥ നമുക്ക് പിന്നീട് പറയാം. ഈ ഏകനാഥ പ്രഭുവിന് ഭഗവാൻ ദർശനത്തിൽ കൊടുത്തിട്ട്, ഈ ജ്ഞാനേശ്വരൻ ദർശനം കൊടുത്തു. ഒരിക്കൽ സ്വപ്ന ദർശനം കൊടുത്തിട്ട് പറഞ്ഞു, നോക്കൂ, ആളിന്ത്യയിൽ എൻ്റെ സമാധി പീഠത്തിൻ്റെ മുകളിൽ ഒരു ആല് വളരുന്നുണ്ട്. അതിൻ്റെ വേര് താഴത്തേക്ക് വളരുന്നു. എന്നെ അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവിടം പോയി വൃത്തിയാക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഏകനാഥൻ അന്വേഷിച്ച് ചെന്നപ്പം ഇത് കണ്ടെത്തുകയും അത് വൃത്തിയാക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോഴത് ഗംഭീരമായിട്ട് അവിടെ സംരക്ഷിക്കുന്നുണ്ട്. പറ്റുന്നവരൊക്കെ അവിടെ പോയി തൊഴണം, വന്ദിക്കണം. പറ്റുമെങ്കിൽ കൂടെ ഒരു ജ്ഞാനേശ്വരി പുസ്തകവും കൊണ്ടുപോകണം. ആ സന്നിധിയിലിരുന്ന് കുറച്ചെങ്കിലും 1-2 ശ്ലോകമെങ്കിലും വായിച്ച് ജ്ഞാനേശ്വരൻ എഴുതിയ ആ വ്യാഖ്യാനവും വായിക്കണം. പെട്ടെന്ന് തന്നെ അവിടെ വച്ച് ആ ശ്ലോകത്തിൻ്റെ സാരം, താല്പര്യം ആ മഹാഗുരുവിൻ്റെ കൃപയാൽ നമുക്കുണ്ടാകുകയും ചെയ്യും. നമസ്തേ.